സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനഞ്ഞെരുക്കത്തിന്റെ തീക്ഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നതാണ് ആ സന്തോഷ വാർത്ത. കേന്ദ്ര അവഗണനയ്ക്കിടയിലും സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടെന്ന പ്രഖ്യാപനവുമായി ധനമന്ത്രി. ധനക്കമ്മിയും റവന്യൂ കമ്മിയും കുറഞ്ഞു. സർക്കാർ ജീവനക്കാർക്ക് സഹായം. ശമ്പള പരിഷ്കരണത്തിന്റെ 2 ഗഡു മാർച്ചിനുള്ളിൽ PF-ൽ ലയിപ്പിക്കും. ക്ഷാമബത്തയുടെ 2 ഗഡു PF-ൽ നിന്നെടുക്കാം. പെൻഷൻ കുടിശ്ശിക ഈ മാസം നൽകും. ഭൂമിയിൽ നിന്ന് സർക്കാരിന് ലഭിക്കേണ്ട വരുമാനം മെച്ചപ്പെടുത്തുന്നതായി നിലവിലുള്ള നികുതി സ്ലാബുകളുടെ നിരക്കുകൾ 50% വർദ്ധിപ്പിക്കുന്നതാണ്. തനത് വരുമാനത്തിനായി നികുതികൾ കൂട്ടി സംസ്ഥാന ബജറ്റ്. ഭൂനികുതിയിൽ 50% വർധനവ്. സർക്കാർ ഭൂമിയുടെ പാട്ടത്തുകയും കൂട്ടി. കോടതി ഫീസുകൾ കൂട്ടി. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി വർധനവ്. ക്ഷേമ പെൻഷൻ കൂട്ടില്ല. കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന പ്രഖ്യാപനം മാത്രം. ലക്ഷ്യമിടുന്ന അധിക വിഭവ സമാഹരണം മുൻ വർഷത്തേക്കാൾ 4/1 കുറവ്. അഷ്വേഡ് പെൻഷൻ നടപ്പാക്കും. വിശ്വാസ്യതയില്ലാത്ത ബജറ്റെന്ന് പ്രതിപക്ഷം. ഈ സർക്കാരിന്റെ ഫെയർവെൽ ബജറ്റാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇന്ന് അവതരിപ്പിച്ചത്. അവസാനത്തെ ബജറ്റാണ്. യഥാർത്ഥത്തിൽ ഇത് പൊള്ളയായ ഒരു ബജറ്റാണ്. പലിശ നിരക്കുകൾ കുറയ്ക്കുന്ന ആശ്വാസ പ്രഖ്യാപനവുമായി റിസർവ് ബാങ്ക്. റിപ്പോ നിരക്ക് കുറച്ചതോടെ ഭവന വാഹന പലിശ കുറയും. 5 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ കുറവ്. വയനാട് പുനരധിവാസത്തിൽ കൈമലർത്തി കേന്ദ്ര സർക്കാർ. സംസ്ഥാനം സ്വന്തം നിലയിൽ പണം കണ്ടെത്തണമെന്ന് കേന്ദ്രം ഹൈക്കോടതിയിൽ. കേന്ദ്ര സഹായം കാത്തിരിക്കേണ്ടെന്ന് കോടതി. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് ചെലവഴിക്കാൻ നിർദ്ദേശം. വാളയാർ കേസിൽ പെൺകുട്ടികളുടെ അമ്മയ്ക്കെതിരെ ഗുരുതര കണ്ടെത്തലുമായി CBI. കുട്ടികളുടെ മുന്നിൽ വെച്ച് 1-ാം പ്രതിയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടെന്ന് CBI. മൂത്ത മകളെയും പീഡിപ്പിച്ചെന്നറിഞ്ഞിട്ടും ഇളയ മകളെ ചൂഷണം ചെയ്യാൻ കൂട്ടുനിന്നു. പകുതി വിലയ്ക്ക് സ്കൂട്ടർ തട്ടിപ്പിൽ നജീബ് കാന്തപുരത്തിനെതിരായ DYFI പ്രതിഷേധത്തിനിടെ അധിക്ഷേപ മുദ്രാവാക്യം. MLA-യെ കുള്ളനെന്ന് വിളിച്ച് സമരക്കാർ. കൃത്യമായ ആസൂത്രണത്തോടെയാണ് നജീബ് തട്ടിപ്പ് നടത്തിയതെന്ന് P. സരിൻ. മഞ്ചേരിയിൽ ഇൻസ്റ്റഗ്രാം പേജിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തതിന് കോളേജ് വിദ്യാർത്ഥിക്ക് സീനിയേഴ്സിന്റെ ക്രൂരമർദ്ദനം. തിരുവാലി ഹിക്മിയ കോളേജിലെ ഷാനിദിന് ഗുരുതര പരുക്ക്. കവിളിൽ താക്കോൽ കൊണ്ട് കുത്തി. പല്ലുകൾ തകർന്നു. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ഭരണം നിലനിർത്തുമോ? BJP അട്ടിമറി വിജയം നേടുമോ? സ്ഥാനാർത്ഥികളെ വിലയ്ക്ക് വാങ്ങാൻ BJP നീക്കമെന്ന് കേജ്രിവാൾ. ആരോപണം തള്ളി BJP. വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മണിക്ക്. സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചും സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ വർധനവ് വരുത്താതെയും സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചു. കിഫ്ബി റോഡുകളിൽ നിന്ന് ചുങ്കം പിരിക്കുമെന്ന സൂചന നൽകുന്ന ബജറ്റിൽ കേന്ദ്ര സർക്കാരിനെതിരെയും വലിയ വിമർശനമാണ് ഉള്ളത്. പ്രതിസന്ധികൾക്കിടയിലും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടുവെന്നാണ് ബജറ്റ് അവകാശപ്പെടുന്നത്. ക്ഷേമ പെൻഷനിൽ വർധനവില്ല. 3 മാസത്തെ കുടിശ്ശിക ഉടൻ തന്നെ കൊടുത്തു തീർക്കുമെന്നാണ് ബജറ്റിലെ പ്രഖ്യാപനം. സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനഞ്ഞെരുക്കത്തിന്റെ തീക്ഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നതാണ് ആ സന്തോഷ വാർത്ത. ധനഞ്ഞെരുക്കം രൂക്ഷമായ ഘട്ടത്തിലും വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കാര്യമായ മുടക്കം വരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിന് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ധനഞ്ഞെരുക്കത്തിന്റെ തീക്ഷ്ണത ഗണ്യമായി കുറഞ്ഞു തുടങ്ങിയെന്ന് മാത്രമല്ല, വരും വർഷങ്ങളിൽ ഏറെ മെച്ചപ്പെട്ട ധനസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പുരോഗമിക്കും എന്ന കാര്യവും വ്യക്തമായിരിക്കുകയാണ്. സംസ്ഥാനം ധനഞ്ഞെരുക്കം നേരിട്ടപ്പോൾ അത് മറച്ചുപിടിക്കാനല്ല, ജനങ്ങളോട് തുറന്നു പറഞ്ഞ് പരിഹാരം തേടാനാണ് ഈ സർക്കാർ തയ്യാറായത്. ഇപ്പോൾ ധനസ്ഥിതി ഏറെ മെച്ചപ്പെട്ടു എന്ന് പറയുന്നതും തികഞ്ഞ യാഥാർത്ഥ്യബോധത്തോടെയാണ്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ബജറ്റിൽ നിരവധി പ്രഖ്യാപനങ്ങളാണ് ഉള്ളത്. സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഗഡു
ഈ മാസം തന്നെ വിതരണം ചെയ്യും. ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം അനുവദിക്കും. അത് PF-ൽ ലയിപ്പിക്കുകയായിരിക്കും ചെയ്യുക. DA കുടിശ്ശികയുടെ 2 ഗഡുക്കളുടെ ലോക്കിംഗ് പീരിയഡ് നടപ്പ് സാമ്പത്തിക വർഷം ഒഴിവാക്കും. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണെന്നാണ് ധനമന്ത്രി പറഞ്ഞത്. സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഗഡുവായ 600 കോടി രൂപ ഫെബ്രുവരിയിൽ തന്നെ വിതരണം ചെയ്യും. ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കും. അത് PF-ൽ ലയിപ്പിക്കുന്നതാണ്. ജീവനക്കാരുടെ DA കുടിശ്ശികയുടെ 2 ഗഡുക്കളുടെ ലോക്കിൻ പീരീഡ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഒഴിവാക്കി നൽകുന്നു. അതവർക്ക് ലഭിക്കും. ക്ഷേമ പെൻഷനിൽ വർധനവ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ വർധനവ് പ്രഖ്യാപിച്ചിട്ടില്ല. ക്ഷേമ പെൻഷൻ 1600 രൂപയായി തുടരും. കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്ന പ്രഖ്യാപനവും ബജറ്റിലുണ്ട്. തദ്ദേശ സ്ഥാപന തലത്തിൽ സോഷ്യൽ ഓഡിറ്റ് നടത്തി ക്ഷേമ പെൻഷനിലെ അനർഹരെ ഒഴിവാക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. സർ, സാമൂഹ്യ സുരക്ഷിതത്വവും ക്ഷേമം എന്ന മേഖലയ്ക്കായി 706.71 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻവർഷത്തേക്കാൾ 80.98 കോടി രൂപ അധികമാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട അസംഘടിത വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സാമൂഹ്യ സുരക്ഷിതത്വ സംരംഭങ്ങൾ 15 കോടി രൂപ വകയിരുത്തുന്നു. സർ, രാജ്യത്തെ ഏറ്റവും ബൃഹത്തായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി കേരളത്തിലാണ്. 60 ലക്ഷത്തോളം പേർക്ക് പ്രതിമാസം 1600 രൂപ പെൻഷനായി നൽകാനായി 11,000 കോടി രൂപയിലധികമാണ് സർക്കാർ ചെലവാക്കുന്നത്. ഈ സർക്കാർ ഇതുവരെ പെൻഷന് വേണ്ടി 33,230 കോടി രൂപ ചെലവാക്കി. അപ്പോൾ അത് ഇതിനകത്ത് ആകെ കേന്ദ്രത്തിന്റെ 2% തുക മാത്രമേ കിട്ടുന്നുള്ളൂ. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ റൂൾ 300 അനുസരിച്ച് ഇനി 3 കുടിശ്ശികകൾ കൊടുത്തു തീർക്കാനുണ്ട്. അത് സമയബന്ധമായി ഏകദേശം 3000 കോടി രൂപയിലധികം സമയബന്ധമായി കൊടുത്തു തീർക്കും എന്നുള്ള സഭയിൽ ഉറപ്പു തരികയാണ്. സർ, പതിവ് പോലെ ഇത്തവണയും കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനം ധനമന്ത്രി KN ബാലഗോപാലിന്റെ ബജറ്റിലുണ്ട്. ധനഞെരുക്കത്തിന് പ്രധാനപ്പെട്ട കാരണം കേന്ദ്ര അവഗണനയാണെന്ന് ബജറ്റ് പറയുന്നു. കേന്ദ്രത്തിന്റേത് ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന നിലപാടെന്നും ധനമന്ത്രി വിമർശനം ഉന്നയിച്ചു. പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നത്. GST വന്നതോടെ സംസ്ഥാനത്തിന്റെ തനത് നികുതി വരുമാനം കുറഞ്ഞതായും ഇനി ഒന്നും വെട്ടിക്കുറയ്ക്കാൻ ബാക്കിയില്ലെന്നും ധനമന്ത്രി പറഞ്ഞു. സംസ്ഥാനം നേരിട്ട ധനഞ്ഞെരുക്കത്തിന് കാരണം എന്താണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കേന്ദ്ര അവഗണനയാണ്. കേന്ദ്ര അവഗണന ഉടനെ ഈ സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയതൊന്നുമല്ല. കേരളത്തിൽ നിന്നടക്കം കേന്ദ്രം പിരിച്ചെടുക്കുന്ന നികുതി പണത്തിലെ നമ്മുടെ വിഹിതം കുറയാൻ ആരംഭിച്ചിട്ട് 1/4 നൂറ്റാണ്ടായി. 10ാം ധനകാര്യ കമ്മീഷൻ കാലത്ത് 3.88% 15ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ 1.92%-ലെത്തി. കേന്ദ്ര ധനകമ്മീഷൻ പ്രാദേശിക സർക്കാരുകൾക്ക് അനുവദിക്കുന്ന ഗ്രാന്റിന്റെ കാര്യത്തിലും കേരളത്തിന്റെ ഓഹരി തുടർച്ചയായി കുറയുകയാണ്. അധികാര വികേന്ദ്രീകരണത്തിന്റെ കാര്യത്തിൽ കേരളമാണ് ഒന്നാമതെന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. പക്ഷേ പദ്ധതി വെട്ടിക്കുറിക്കുകയാണ് ചെയ്യുന്നത്. 12ാം ധനകാര്യ കമ്മീഷൻ കാലത്ത് കേരളത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിഹിതം 4.54%. 15ാം ധനകാര്യ കമ്മീഷൻ ആയപ്പോൾ അത് 2.68% കുറഞ്ഞു. GST വന്നതോടുകൂടി സ്വന്തം നിലയിൽ നിരക്കുകൾ നിശ്ചയിച്ച് നികുതി പിരിക്കാനുള്ള നമ്മുടെ അധികാരം ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായി. GST-യിൽ നികുതി വരുമാനം കുതിച്ചുയരും എന്നായിരുന്നു പ്രതീക്ഷ. അതുണ്ടായില്ല. നികുതി പിരിവിലെ കുറവ് പരിഹരിക്കാൻ അനുവദിച്ചിരുന്ന GST കോമ്പൻസേഷൻ നിലച്ചു. ലൈഫ് പദ്ധതിക്ക് 1160 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. കാരുണ്യ പദ്ധതിക്ക് വേണ്ടി ആദ്യഘട്ടത്തിൽ 700 കോടി രൂപ അനുവദിക്കുന്നതായും ധനമന്ത്രി പറഞ്ഞു. സാർ, 25-26 സാമ്പത്തിക വർഷം ലൈഫ് പദ്ധതിക്കായി 1160 കോടി രൂപ വകയിരുത്തുന്നു. സാർ, രാജ്യത്ത് കഴിഞ്ഞ 3 വർഷമായി ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ്. സാർ, സംസ്ഥാനത്തെ 42 ലക്ഷം കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ നൽകുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് ഈ സർക്കാർ ഇതിനകം നൽകിയത് 3967.3 കോടി രൂപയാണ്. പ്രതിവർഷം 1300 കോടിയിലധികമാണ്. സാർ, ബജറ്റിൽ നീക്കിവെക്കുന്ന തുകയേക്കാൾ അധികരിച്ച തുകയാണ് ഓരോ വർഷവും കാരുണ്യ പദ്ധതിക്ക് നൽകുന്നത്. സാർ, 25-26 കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്കായി ആദ്യഘട്ടമായി 700 കോടി രൂപ അനുവദിക്കുന്നു. വിഴിഞ്ഞം തുറമുഖ പദ്ധതി 2028 പൂർത്തിയാക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. വിഴിഞ്ഞത്തെ പ്രധാന കയറ്റിറക്കുമതി തുറമുഖമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. വിഴിഞ്ഞത്തിനായി റോഡ് വികസനം വേഗത്തിലാക്കുമെന്നും ബജറ്റിൽ പറയുന്നുണ്ട്. സാർ, മുൻകൂട്ടി ആസൂത്രണം ചെയ്യാനായാൽ നഗരവൽക്കരണത്തെയും സാമ്പത്തിക വളർച്ചയെയും സമന്വയിപ്പിച്ച് കേരളത്തിന് മുന്നോട്ട് പോകാനാവും. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഇന്ത്യയിൽ ആദ്യമായി കേരളം ഒരു അർബൻ കമ്മീഷൻ നിയമിച്ചത്. വിശദമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അർബൻ കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കും. നഗരമേഖലയുടെ സവിശേഷ പ്രശ്നങ്ങൾ പരിഗണിക്കാൻ രൂപീകരിച്ച അർബൻ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് പരിപാടികൾ തയ്യാറാക്കും. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് നഗരങ്ങളുടെ വികസനത്തിന് മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കും. സാർ, വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2, 3, 4 ഘട്ടങ്ങളുടെ നിർമ്മാണം മുൻപ് തീരുമാനിച്ചിരുന്നതിന് മുമ്പ് തന്നെ 2028 ഡിസംബറോട് കൂടി പൂർത്തിയാക്കാൻ ധാരണയായി. ഇത് കേരളത്തിൽ നടാടെ നടക്കുന്ന കാര്യമാണ്.
ടൈം ഓവർറണ്ണിന്റെയും കോസ്റ്റ് ഓവർറണ്ണിന്റെയും കാര്യത്തിൽ സാധാരണ വരുന്ന കാലതാമസം ഒഴിവാക്കി 2045 പൂർത്തിയാക്കാൻ കണക്കുകൂട്ടിയ കാര്യങ്ങളാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് 2028 പൂർത്തിയാവുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനം പുരോഗമിക്കുകയും കണ്ടെയ്നർ നീക്കം വർദ്ധിക്കുകയും ചെയ്യുന്ന മുറയ്ക്ക് സംസ്ഥാനത്തെ റോഡുകളുടെ ട്രാഫിക് സമ്മർദ്ദം ഉയരും. ദേശീയപാതകളോടൊപ്പം സംസ്ഥാന പാതകളുടെയും പ്രവൃത്തികൾ ദ്രുതഗതിയിൽ പൂർത്തിയാക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ബജറ്റിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഇവയെല്ലാം. കൂടുതൽ വിവരങ്ങൾ നൽകാൻ TG സജിത്ത് ചേരുകയാണ്. സജിത്ത്, ക്ഷേമ പെൻഷൻ കൂട്ടുമെന്ന് പ്രതീക്ഷിച്ചതാണ്, പക്ഷേ വർധനവില്ല. പക്ഷേ കൃത്യമായിട്ട് കൊടുത്തു തീർക്കും, കുടിശ്ശിക എന്ന് പറയുന്നുണ്ട് എന്ന് മാത്രം. ബജറ്റിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസം നൽകുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇതല്ലേ? തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ടതും അതുതന്നെയായിരുന്നു മഞ്ജുഷ. കാരണം ക്ഷേമ പെൻഷൻ, കാരണം സർക്കാരിൻ്റെ അവസാനത്തെ ബജറ്റാണ്. അപ്പോൾ സ്വാഭാവികമായും ക്ഷേമ പെൻഷനിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ക്ഷേമ പെൻഷൻ കൂടിയില്ല, മറിച്ച് ഇപ്പോഴുള്ള കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന ഒരു ഉറപ്പ് മാത്രമാണ് ധനമന്ത്രി പങ്കുവച്ചത്. അതിനപ്പുറം ഈ സർക്കാർ ജീവനക്കാരെ ഒപ്പം നിർത്താനുള്ള ഒരു നയതന്ത്രം പൊതുവിൽ ഈ ബജറ്റിൽ പരീക്ഷിച്ചിട്ടുണ്ട് ധനമന്ത്രി. അതാണ് പൊതുവിൽ ഈ DA കുടിശ്ശിക കൊടുത്തു തീർക്കുന്നു, ഒപ്പം തന്നെ പുതിയ DA അനുവദിക്കുന്നു. പക്ഷേ അതെന്ന് കൊടുക്കുമെന്ന വ്യക്തത വരുത്തിയിട്ടില്ല. പൊതുവിൽ നിലവിലെ ധനസ്ഥിതിയിൽ സർക്കാർ ജീവനക്കാർക്ക് നൽകാൻ കഴിയുന്ന ആശ്വാസം പ്രഖ്യാപിക്കുക എന്നൊരു നീക്കം പൊതുവിലുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഈ പങ്കാളിത്ത പെൻഷൻ സംബന്ധിച്ച് വലിയ പ്രതിഷേധം ഭരണാനുകൂല സംഘടനകൾക്ക് അകത്ത് തന്നെയുണ്ട്. സ്വാഭാവികമായും അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് സർക്കാർ ജീവനക്കാരെ ഒപ്പം നിർത്തുക പരമാവധി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നൊരു നയതന്ത്രം, അത്തരമൊരു കരുതൽ ആ ബജറ്റിൽ പൊതുവിൽ നടത്തിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് ആ നിരീക്ഷണത്തിലൂടെ കരുതാൻ കഴിയുന്ന കാര്യം. ഒരുപക്ഷെ ഈ ക്ഷേമ പെൻഷൻ പ്രഖ്യാപനം കുടിശ്ശിക കൊടുത്തു തീർത്ത ശേഷം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി ബജറ്റിന് പുറത്ത് പ്രഖ്യാപിക്കുക എന്നൊരു രാഷ്ട്രീയ സാധ്യതയാവാം സർക്കാർ പരീക്ഷിക്കുന്നത്. അതുകൊണ്ടുകൂടിയാവാം ബജറ്റിലെ പ്രഖ്യാപനം മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരു നീക്കത്തിലേക്ക് പോയതിന് കാരണമായി നമുക്ക് കരുതാനാവുക. അത് മാറ്റി നിർത്തിയാൽ ഇപ്പോഴത്തെ ധനസ്ഥിതിയുമായി ഒരുപക്ഷെ ചേർന്ന് പോകുന്ന വലിയ കയ്യടിയൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു ബജറ്റ് എന്ന് വേണം കരുതാൻ. കാരണം ഭൂനികുതി വർധനവ് അടക്കമുള്ള പ്രതിഷേധം ഉയരാൻ സാധ്യതയുള്ള തീരുമാനങ്ങൾ പൊതുവിൽ കൊണ്ടുവന്നിട്ടുമുണ്ട്. അതുകൊണ്ട് ധനസ്ഥിതിയുമായി ഏറെക്കുറെ ഒത്തുപോകുന്ന ഒരു ബജറ്റ് എന്ന് വേണം ആകെ നിരീക്ഷണത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്നത്. മറ്റു ചില പ്രഖ്യാപനങ്ങൾ കൂടിയുണ്ട്. അതിലൊന്ന് വയനാട് പുനരധിവാസത്തിന് ആദ്യഘട്ടമായി 750 കോടിയുടെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ധനമന്ത്രി KN ബാലഗോപാൽ CMDRF SDMA സ്പോൺസർഷിപ്പ് തുടങ്ങിയ പദ്ധതിയിൽ ഉപയോഗിക്കും. പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നാണ് ധനമന്ത്രി ബജറ്റ് അവതരണത്തിനിടെ പറഞ്ഞത്. കേരളത്തെ സങ്കടക്കടലിലാക്കിയ അതിതീവ്ര ദുരന്തമാണ് മുണ്ടക്കൈ ചൂരൽമലയിൽ ഉണ്ടായത്. പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഇതിനായി ആദ്യഘട്ടത്തിൽ 750 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കും. CMDRF SDMA കേന്ദ്ര ഗവൺമെന്റ് പൊതു സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഫണ്ടുകൾ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട്, സ്പോൺസർഷിപ്പുകൾ എന്നിവ കൂടി ഈ പദ്ധതിയിൽ വിനിയോഗിക്കും. അധികമായി ആവശ്യം വരുന്ന ഫണ്ട് അനുവദിക്കും. കണ്ണൂരിലും കൊല്ലത്തും IT പാർക്ക്. കണ്ണൂർ വിമാനത്താവളത്തിന് സമീപം IT പാർക്ക് തുടങ്ങാൻ 293 കോടി രൂപ കിഫ്ബിയിൽ നിന്നാണ് അനുവദിച്ചത്. കൊല്ലം കോർപ്പറേഷന്റെ ഭൂമി ഉപയോഗപ്പെടുത്തിയാകും കൊല്ലത്തെ IT പാർക്കിന്റെ നിർമ്മാണം. സർ, കണ്ണൂർ വിമാനത്താവളത്തിന് സമീപം 25 ഏക്കർ കാമ്പസിൽ 5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള IT പാർക്ക് സ്ഥാപിക്കുന്നതിനായി 293.22 കോടി രൂപ കിഫ്ബിയിൽ നിന്നും അനുവദിച്ചു. സർക്കാരിൽ നിന്നും പദ്ധതിക്ക് അനുമതി നൽകിയിട്ടുണ്ട്. സർ, ഈ ബജറ്റിൽ IT പാർക്കുകളുമായി ബന്ധപ്പെട്ട 2 പൈലറ്റ് പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയോ ഭൂമിയിൽ ഇത്തരം സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക വഴി ലാഭകരമായ പ്രവർത്തനം നടത്താനാവും. മറ്റൊരു പ്രഖ്യാപനം തിരുവനന്തപുരത്തെ AI ഹബ്ബാക്കി മാറ്റും എന്നുള്ളതാണ്. ഇതിനായി തലസ്ഥാനത്ത് GPU ക്ലസ്റ്റർ തുടങ്ങും. പ്രാരംഭ പ്രവർത്തനത്തിന് 10 കോടിയാണ് വകയിരുത്തിയിട്ടുള്ളത്. ചൈനയുടെ ഡീപ് സീക്കിനെയും ധനമന്ത്രി ബജറ്റ് അവതരണത്തിനിടെ പരാമർശിച്ചു. GPU ക്ലസ്റ്ററുകൾ സർ, 850 കോടി രൂപ ചെലവിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന OpenAIയുടെ GPT-4 മോഡലിനെ വെല്ലുവിളിച്ചുകൊണ്ട് 50 കോടി രൂപ ചെലവിൽ ഡീപ് സീക്ക് എന്ന ഒരു ചെറിയ ചൈനീസ് കമ്പനി വികസിപ്പിച്ചെടുത്ത AI മോഡൽ സംബന്ധിച്ച വാർത്തകൾ നാം എല്ലാവരും വായിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI, AVGC മേഖലകളിൽ കേരളത്തെ ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റുന്നതിനായി തിരുവനന്തപുരത്ത് ഒരു ലോകോത്തര GPU ക്ലസ്റ്റർ സ്ഥാപിക്കും. സംസ്ഥാനത്ത് ഈ മേഖലയിൽ നിക്ഷേപങ്ങൾ ആകർഷിക്കാനും യുവാക്കൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കാനും ഇത് ഉപകരിക്കും. ഇതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായിട്ട് 10 കോടി രൂപ അനുവദിക്കുന്നു. TG സജിത്ത് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജിത്ത്, ഇപ്പോൾ കഴിഞ്ഞ ബജറ്റുകളിൽ എന്ന പോലെ തന്നെ ഈ ബജറ്റിലും കേന്ദ്രത്തിന്റെ അവഗണന ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കുന്നത് കേന്ദ്ര അവഗണനയ്ക്കിടയിലും സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടു എന്നുള്ള ധനമന്ത്രിയുടെ വാദമാണ്. ഇതിനെ പക്ഷേ പ്രതിപക്ഷം അംഗീകരിക്കുന്നില്ലല്ലോ.
പ്രതിപക്ഷമാവാദം അംഗീകരിക്കുന്നില്ല. ധനസ്ഥിതി ഏറ്റവും രൂക്ഷമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്നതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൽ ധനസ്ഥിതി മെച്ചപ്പെട്ടു എന്ന വാദമായി ധനമന്ത്രി ഉയർത്തിക്കാട്ടുന്ന ചില ഘടകങ്ങൾ എങ്ങനെയാണ്? കാരണം സംസ്ഥാനത്ത് നമുക്കറിയാം ഈ കിഫ്ബി വായ്പകൾ, കിഫ്ബി എടുത്ത കടം പൊതുകടത്തിൻ്റെ ഭാഗമാക്കിയതോടുകൂടിയാണ് കടമെടുപ്പ് പരിധി അടക്കമുള്ള വലിയ പ്രതിസന്ധികൾ ഉണ്ടായത്. ഇതിനു പുറമെ സംസ്ഥാന വിഹിതത്തിൻ്റെ വെട്ടിക്കുറച്ചിലടക്കമുള്ള കാരണങ്ങളാണ് സംസ്ഥാന സർക്കാർ നിരത്തുന്നത്. ഇതിനിടയിലും സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധി പ്രതിസന്ധികൾ നിൽക്കുന്നതും കടമെടുപ്പിൻ്റെ തോത് കുറഞ്ഞു എന്നതാണ് സർക്കാർ അവകാശപ്പെടുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ പൊതുവിൽ ധനസ്ഥിതിയിൽ മെച്ചപ്പെടുത്തൽ ഉണ്ടായി എന്ന അവകാശവാദം ധനമന്ത്രിയും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ കണക്കുകളിൽ ചില പൊരുത്തക്കേടുകൾ പൊതുവിൽ പ്രതിപക്ഷവും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ വാദം ധനസ്ഥിതിയിൽ മെച്ചപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്ന് മാത്രമല്ല, വരുന്ന വർഷം അത് കൂടുതൽ മെച്ചപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകും എന്നതാണ് അവകാശപ്പെടുന്നത്. ഒരുപക്ഷെ പുതിയതായി ഏർപ്പെടുത്തുന്ന വരുമാന സാധ്യതാ മേഖലകൾ അത് മുൻനിർത്തിക്കൊണ്ടാവാം ഇത്തരമൊരു അവകാശവാദം സർക്കാർ ഉന്നയിക്കുന്നതിന് കാരണം. എന്തായാലും അത് തെളിയിക്കപ്പെടേണ്ടതാണ്. ഒപ്പം ഈ ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ വിമർശനത്തിന് പ്രതിപക്ഷം പ്രധാനമായി ഉന്നയിക്കുന്ന കാര്യങ്ങൾ, ഒന്ന്, ഈ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന വിഹിതത്തിൽ വലിയ വെട്ടിക്കുറച്ചിലുണ്ടായിട്ടുണ്ട്. പട്ടികജാതി വിഭാഗങ്ങൾക്ക് ബജറ്റിൽ വലിയ തരത്തിലുള്ള പരിഗണന കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളിൽ വലിയ വീഴ്ച ബജറ്റിന് സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ്. ഇതിന് പുറമെ തന്നെ ഇപ്പോൾ ഉദാഹരണമായി ലൈഫ് പദ്ധതിയിൽ കഴിഞ്ഞ തവണ 500 കോടിയുടെ വലിയ തരത്തിലുള്ള പണമുടക്ക് സർക്കാർ അവകാശപ്പെട്ടതാണ്. പക്ഷേ ഈ അവകാശപ്പെട്ടതിൻ്റെ 24% മാത്രമാണ് ആ മേഖലയിൽ പണം വിനിയോഗിച്ചിരിക്കുന്നത്. അതായത് സർക്കാർ ഈ പ്രഖ്യാപനത്തിനപ്പുറം കഴിഞ്ഞ ബജറ്റുമായി യാതൊരു തരത്തിലും ചേർന്ന് നിൽക്കുന്ന നീക്കങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്ന കാര്യം. അപ്പോൾ പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് ഇതിന് യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തമില്ല എന്നതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യം. പക്ഷേ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെടുന്നു എന്നതാണ് പൊതുവിൽ ധനമന്ത്രിയുടെ അവകാശവാദം. പൊതുവിൽ ഈ പണത്തിൻ്റെ ഒരു ധാരാളിത്തം പ്രകടമാവുന്ന പ്രഖ്യാപനങ്ങളൊന്നും ഈ ബജറ്റിൽ പ്രകടമായിട്ടില്ല എന്നതുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം സംസ്ഥാനത്തിൻ്റെ ധനപ്രതിസന്ധി സംബന്ധിച്ച സൂചനകളും ആശങ്കകളും ബജറ്റ് പൊതുവിൽ കടന്നു പോകുമ്പോൾ, ബജറ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനാവുന്നതുമുണ്ട്. ശരി, കേരളത്തിന്റെ ധനസ്ഥിതി പൊതുവെ മെച്ചപ്പെട്ടു എന്നുള്ള പ്രഖ്യാപനമാണ് ഈ ബജറ്റിൽ ധനമന്ത്രി KN ബാലഗോപാൽ എടുത്തു പറഞ്ഞിട്ടുള്ളത്. മറ്റു ചില പ്രഖ്യാപനങ്ങളുണ്ട്. പൊതുമരാമത്ത് റോഡുകൾക്കും പാലങ്ങൾക്കുമായി 3061 കോടി രൂപയാണ് വകയിരുത്തിയത്. 150 പാലങ്ങൾ ഉടൻ പൂർത്തീകരിക്കുമെന്ന പ്രഖ്യാപനമുണ്ട്. കിഫ്ബിയും റീബിൽഡ് കേരളയും വഴി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പുറമെയാണിതെന്നാണ് ധനമന്ത്രി പറഞ്ഞത്. സർ, സംസ്ഥാനത്ത് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള 29,522 കിലോമീറ്റർ റോഡിൽ 17,483 കോടി BMC നിലവാരത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. കണ്ണൂർ, കോഴിക്കോട്, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം എന്നീ 5 നഗരങ്ങളിലെ പ്രധാനപ്പെട്ട പദ്ധതി അത് കിഫ്ബി സഹായത്തോടെ 48 പദ്ധതികൾക്കായി 5243.43 കോടിയുടെ അനുമതി ലഭ്യമാക്കി ഓരോ ഘട്ടമായി വികസിച്ചു വരികയാണ്. പണി നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാത ഈ വർഷം അവസാനം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനാകുമെന്നാണ് ധനമന്ത്രി പറഞ്ഞത്. ഒരിക്കലും നടക്കില്ലെന്ന് പ്രഖ്യാപിച്ച് 2016 മുൻപ് സർക്കാർ ഉപേക്ഷിച്ച ദേശീയപാതകളുടെ വികസനം യാഥാർത്ഥ്യമാവുകയാണ്. അടുത്ത ബജറ്റ് സമ്മേളനത്തിന് വടക്കൻ മേഖലകളിലെ MLA-മാർക്ക് വീതിയേറിയ 6 വരി റോഡുകളിലൂടെ വരാൻ കഴിയുമെന്നാണ് ധനമന്ത്രി പറഞ്ഞത്. മലയോര തീരദേശ പാതകൾ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണെന്നും ധനമന്ത്രി പറഞ്ഞു. സർ, അടുത്ത വർഷത്തെ ബജറ്റ് സമ്മേളനത്തിന് കേരളത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിലെ MLA-മാർക്ക് വീതിയേറിയ 6 വരി ദേശീയപാതയിലൂടെ തിരുവനന്തപുരത്തേക്ക് വരാൻ കഴിയും. ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ച് 2016 മുമ്പ് സർക്കാർ ഉപേക്ഷിച്ച ദേശീയപാത വികസനം യാഥാർത്ഥ്യമാവുകയാണ്. 2025 അവസാനത്തോടുകൂടി ദേശീയപാത ജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. സർ, ദേശീയപാതയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ കിഫ്ബിയിൽ നിന്ന് 6000 കോടി രൂപയോളം നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് സംസ്ഥാന സർക്കാർ നൽകിയുണ്ടായി. ഇതുകൂടാതെ മലയോര ഹൈവേ, തീരദേശ ഹൈവേ എന്നിവ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ദ്രുതഗതിയിൽ മുന്നേറുകയാണ്. സജിത്ത്, ഇതിനകത്ത് ഈ ബജറ്റ് പ്രഖ്യാപനത്തിന് മുൻപ് ഏറെ ചർച്ച ചെയ്യപ്പെട്ട കാര്യം കിഫ്ബി റോഡുകൾക്ക് യൂസേഴ്സ് ഫീ ഏർപ്പെടുത്തുന്ന കാര്യമായിരുന്നു. ടോൾ പിരിക്കുവാനുള്ള തീരുമാനം അത് നടപ്പാകുമോ ഇല്ലയോ എന്നുള്ളത്. ബജറ്റിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും സൂചനകൾ എവിടെയെങ്കിലും നൽകിയിട്ടുണ്ടോ? മഞ്ജുഷ, ചോദ്യം ഒന്നുകൂടെ. ഈ ബജറ്റ് അവതരണത്തിന് മുൻപുള്ള പ്രധാന ചർച്ചാ വിഷയത്തിൽ ഒന്ന് ഈ കിഫ്ബി റോഡുകളുടെ യൂസേഴ്സ് ഫീ ആയിരുന്നുവല്ലോ. ടോൾ പിരിവ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്. ബജറ്റിൽ എവിടെയെങ്കിലും അത്തരത്തിലുള്ള എന്തെങ്കിലും സൂചനകൾ കടന്നു വന്നിട്ടുണ്ടോ? മഞ്ജുഷ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ നേരിട്ട് റോഡിൽ നിന്നും ടാക്സ് ഏർപ്പെടുത്താനുള്ള നീക്കം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടോള്, ചുങ്കം, അത്തരം നീക്കങ്ങളുണ്ട് എന്ന നേരിട്ട പ്രഖ്യാപനമില്ല. പക്ഷേ കൃത്യമായ അതിൻ്റെ സൂചനകൾ ധനമന്ത്രി പങ്കുവയ്ക്കുന്നുണ്ട്. അതാണ് ശ്രദ്ധേയമായ കാര്യം. ഒന്ന്,
ഈ കിഫ്ബി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കിഫ്ബി വരുമാനദായകമായ പദ്ധതിയാക്കി മാറ്റണം, അത് സംബന്ധിച്ച ആലോചനകളുണ്ടാകും, അത് സംബന്ധിച്ച സാധ്യതകളിലേക്ക് സർക്കാർ കടക്കുമെന്ന പ്രഖ്യാപനം ധനമന്ത്രി നടത്തിയിട്ടുണ്ട്. ഇതാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഈ വിവാദവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം ധനമന്ത്രിയുടേതായി നിയമസഭയിൽ ബജറ്റ് പ്രഖ്യാപനത്തിനിടയിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം ആ സാധ്യത തേടൽ അത് റോഡ് ടാക്സ് എന്ന ടോൾ ഏർപ്പെടുത്തുക എന്ന നീക്കത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷേ അതൊരു പ്രഖ്യാപനമായി നടത്താൻ തയ്യാറായിട്ടില്ല. അതെങ്ങനെ നടത്തുമെന്നതാണ് ഇനി അറിയേണ്ട കാര്യം. നമുക്കറിയാം ഈ ബജറ്റിൽ നേരിട്ട് ഇത് സംബന്ധിച്ച ചില പ്രഖ്യാപനം ഉണ്ടാകുമെന്ന സൂചനയുണ്ടായിരുന്നു. പക്ഷേ അത്തരം നേരിട്ട് പ്രയോഗങ്ങൾ നടത്തുന്നതിനപ്പുറത്തേക്ക് കിഫ്ബി പദ്ധതികൾ വരുമാനദായകമാക്കുക അല്ലെങ്കിൽ വരുമാനം കണ്ടെത്താനുള്ള പുതിയ സാധ്യതകൾ തേടുമെന്ന പ്രഖ്യാപനം മാത്രമാണ് നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും അത് റോഡ് നികുതി, റോഡിൽ നിന്നും റോഡ് ഉപയോഗത്തിന് ടോൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ സാധ്യതയിലേക്ക് കടക്കുന്നതിൻ്റെ സൂചനകൾ തന്നെയാണ്. ഒരുപക്ഷെ അതിൻ്റെ തുടർ പ്രഖ്യാപനങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. ശരി, മറ്റു ചില കാര്യങ്ങൾ കൂടി ബജറ്റിലെ പ്രഖ്യാപനമായി വന്നിട്ടുണ്ട്. ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ വാടകയ്ക്ക് നൽകാൻ സർക്കാരിന്റെ ഇടപെടലിൽ കെ ഹോം ടൂറിസം പദ്ധതിയുണ്ട്. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 5 കോടി രൂപയാണ് വകയിരുത്തിയത്. ഫോർട്ട് കൊച്ചി, കുമരകം, കോവളം, മൂന്നാർ എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. സർ, കേരളത്തിൽ താമസക്കാരില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംരംഭമാണ് കെ ഹോംസ്. ലോകമെമ്പാടുമുള്ള സമാന സംരംഭങ്ങളിൽ നിന്ന് മാതൃകകളും നടത്തിപ്പ് രീതികളും സ്വീകരിച്ചുകൊണ്ട് മിതമായ നിരക്കിൽ വീടുകളിൽ താമസ സൗകര്യം ഒരുക്കുക എന്നതാണ് പദ്ധതിയുടെ ഉള്ളടക്കം. വീട്ടുടമകൾക്ക് വരുമാനത്തിനപ്പുറം ഒഴിഞ്ഞുകിടക്കുന്ന വീടിന്റെ സുരക്ഷയും പരിപാലനവും ഉറപ്പുവരുത്താനും ഇതിലൂടെ കഴിയും. ഫോർട്ട് കൊച്ചി, കുമരകം, കോവളം, മൂന്നാർ തുടങ്ങിയ വിനോദസഞ്ചാര മേഖലകളുടെ 10 കിലോമീറ്റർ ചുറ്റളവിലാണ് പൈലറ്റ് പദ്ധതി നടപ്പിലാക്കുക. പദ്ധതിയുടെ ഫലം വിലയിരുത്തി സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിക്കും. സർ, കെ ഹോംസ് പദ്ധതിയുടെ പ്രാരംഭ ചെലവുകൾക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. ഭൂനികുതി കുത്തനെ കൂട്ടിയിരിക്കുകയാണ്. 50% നികുതി വർധനവ്. എല്ലാ സ്ലാബുകളിലും ഇത് ബാധകവുമാണ്. 100 കോടിയുടെ അധിക വരുമാനമാണ് ഭൂനികുതി കൂട്ടിയതിലൂടെ സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത്. സർക്കാർ ഭൂമിയുടെ പാട്ടത്തുകയും കൂട്ടിയിട്ടുണ്ട്. ഭൂനികുതി സർ, സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തെ തുടർന്ന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഭൂമിയുടെ മൂല്യവും അതിന്റെ വരുമാന സാധ്യതകളും 10 മടങ്ങ് വർദ്ധിച്ചു. ഇപ്പോൾ ഈടാക്കുന്ന അടിസ്ഥാന ഭൂനികുതി തികച്ചും നാമമാത്രമാണ്. ഭൂമിയിൽ നിന്ന് സർക്കാരിന് ലഭിക്കേണ്ട വരുമാനം മെച്ചപ്പെടുത്തുന്നതായി നിലവിലുള്ള നികുതി സ്ലാബുകളുടെ നിരക്കുകൾ 50% വർദ്ധിപ്പിക്കുന്നതാണ്. ആയത് പ്രകാരം അടിസ്ഥാന ഭൂനികുതി ഏറ്റവും കുറഞ്ഞ സ്ലാബ് നിരക്കായ 6.1 പ്രതിവർഷം 5 രൂപ എന്നത് 7.5 രൂപ, ഏറ്റവും ഉയർന്ന സ്ലാബ് നിരക്കായ 6.1 പ്രതിവർഷം 30 രൂപ എന്നുള്ളത് 45 രൂപയാവും. സത്യത്തിൽ ഭൂനികുതി കൂട്ടിയത് പ്രതിപക്ഷം ഒരു ആയുധമാക്കുമെന്ന് തോന്നുന്നു. ഇന്ന് വി ഡി സതീശൻ പറഞ്ഞപ്പോഴും ഭൂനികുതിയിൽ 50% വർധനവാണ് വരുത്തിയിരിക്കുന്നതെന്നാണ് അദ്ദേഹം ആക്ഷേപമായിട്ട് തന്നെ ഉന്നയിച്ചത്. മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇങ്ങനെയൊരു നീക്കമുണ്ടായപ്പോൾ എതിർത്തത് ഇതേ പ്രതിപക്ഷം തന്നെയായിരുന്നു, അല്ലേ? തീർച്ചയായിട്ടും അത് വലിയ രീതിയിൽ ഒരുപക്ഷെ പ്രതിഫലിക്കാനാണ് സാധ്യത. പ്രതിപക്ഷം അത് ആയുധമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഭൂനികുതിയിൽ 50% വർധനമാണ് വരുത്തിയത്. കാലാനുസൃതമായി ഭൂനികുതി വർധനവ് ഉണ്ടാവേണ്ടതാണ്, അത് പ്രതിപക്ഷവും അംഗീകരിക്കുന്നു. പക്ഷേ 50% വർധനവ് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പ്രതിപക്ഷം നിലപാടെടുക്കുന്നു എന്നതാണ് സാഹചര്യം. ഇതിന് പുറമെ ചാർജ് വർധനവ് വരുത്തിയിരിക്കുന്നത് കോടതി ഫീസുകളിലാണ്. കാരണം 2 പതിറ്റാണ്ടായി കോടതി ഫീസുകളിൽ ഒരു വർധനവും ഉണ്ടായിട്ടില്ല. അതിൽ സ്വാഭാവികമായ ഒരു വർധനവാണ്. അത് പൊതുവിൽ സ്വീകരിക്കപ്പെടുന്ന തീരുമാനവുമാണ്. മറ്റൊന്ന് സർക്കാർ ഭൂമിയുടെ പാട്ടനിരക്കാണ്. ആ പാട്ടനിരക്കും കാലാനുസൃതമായ പരിഷ്കാരം വരുത്താതെ കിടക്കുകയാണ്. അതിലും പരിഷ്കാരം ഉണ്ടാകുന്നു. അതിനെ ഒരു വരുമാന സാധ്യതയായി സർക്കാർ മാറ്റുന്നു എന്ന ഒരു പ്രഖ്യാപനം, അത് പൊതുവിൽ കൈയ്യടി നേടുന്ന ഒരു പ്രഖ്യാപനം തന്നെയായി മാറുകയാണ്. പക്ഷേ ഈ ഭൂനികുതി സംബന്ധിച്ച നീക്കം അത് ഏത് തരത്തിൽ പ്രതിഫലിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഈ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി കൂട്ടാനുള്ള തീരുമാനമാണ്. ഒരുപക്ഷേ ഈ കേന്ദ്ര നയം പൊതുവിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രോത്സാഹനം നൽകി അവർക്ക് ഇളവുകൾ പ്രഖ്യാപിക്കുന്നതായി മാറുമ്പോൾ കേരളത്തിൽ അത് നികുതി വർദ്ധിക്കപ്പെട്ടുവോ എന്ന തരത്തിൽ വിമർശനം ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം അതിനപ്പുറം ഈ ബജറ്റിന്റെ ഒരു ആകത്തുക പരിശോധിക്കുമ്പോൾ സർക്കാർ ജീവനക്കാർക്ക് കൂടുതൽ ഇളവുകൾ നൽകുക, ക്ഷേമ പെൻഷൻ, എന്നാൽ സാധാരണക്കാരെ സ്വാധീനിക്കുന്ന ക്ഷേമ പെൻഷനിൽ വർധനവുണ്ടാക്കുന്നില്ല. അതിനു പുറമെ സാധാരണക്കാരെ സ്വാധീനിക്കുന്ന കരമടക്കമുള്ള കാര്യങ്ങളിൽ വർധനവുണ്ടാക്കുക. അങ്ങനെ പൊതുവിൽ സർക്കാർ ജീവനക്കാർക്ക് തലോടലും സാധാരണക്കാർക്കും തിരിച്ചടിയും എന്ന തരത്തിലേക്കൊരു വ്യാഖ്യാനം പൊതുവിൽ അത്തരമൊരു രീതി പ്രതിപക്ഷം പൊതുവിൽ ഈ ബജറ്റ് വിമർശനത്തിന്റെ ഭാഗമായി കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ സംസ്ഥാന
സംസ്ഥാന ബജറ്റിന്റെ അവതരണത്തിൽ പ്രതിപക്ഷം കാണുന്ന രാഷ്ട്രീയ സാധ്യതയും രാഷ്ട്രീയ നീക്കവും അങ്ങനെയായി മാറാനാണ് സാധ്യത. ഈ പ്രതിപക്ഷം ഈ ബജറ്റിനെ എതിർക്കുമ്പോഴും ബജറ്റിൽ കേന്ദ്ര അവഗണനയെക്കുറിച്ച് പറയുന്നുണ്ട്. ഏതാണ്ട് 4 പേജുകളോളം കേന്ദ്ര അവഗണനയെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി ധനമന്ത്രി മാറ്റിവെച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ നേരത്തെ പ്രതിപക്ഷം സർക്കാരിനെ പിന്തുണച്ചതാണ്. അപ്പോൾ കേരളത്തിലെ ധനസ്ഥിതി മോശമാകുവാൻ കാരണം കേന്ദ്ര അവഗണനയാണ്. ഇതിൽ പ്രതിപക്ഷത്തിന് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. ഈ പോയിന്റുകൾ അത് പ്രതിപക്ഷത്തിന് പോലും അത് എതിർക്കുവാൻ കഴിയില്ല. തീർച്ചയാണ്. കാരണം ഈ കേന്ദ്ര അവഗണന എന്ന വാദം സർക്കാർ ഉന്നയിക്കുന്നുണ്ട്, അത് പ്രതിപക്ഷവും അംഗീകരിക്കുന്നു. പക്ഷേ കേന്ദ്ര അവഗണന അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ സമീപനത്തെ മറികടക്കുന്ന തരത്തിലുള്ള സാമ്പത്തിക നയങ്ങളുടെ ആവിഷ്കരണങ്ങളോ അല്ലെങ്കിൽ ചെലവ് ചുരുക്കലോ അടക്കമുള്ള നീക്കങ്ങളിലേക്ക് സംസ്ഥാനം കടക്കുന്നില്ല. ഇതാണ് പ്രതിപക്ഷം ആയുധമാക്കുന്നത്. പക്ഷേ ഇത്തവണ ഈ ധനമന്ത്രി അദ്ദേഹത്തിൻ്റെ ബജറ്റിൽ പരാമർശിച്ച ഒരു കാര്യം കൃത്യമായ ചെലവ് ചുരുക്കൽ നടപ്പിലാക്കിയിരുന്നു എന്നതാണ്. അതുകൊണ്ടാണ് ധനസ്ഥിതി പ്രതിസന്ധികളുണ്ടെങ്കിലും ധനസ്ഥിതി പിടിച്ചു നിർത്താൻ കഴിഞ്ഞത്, ആശാവഹമായി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് എന്നതാണ് ധനമന്ത്രി KN ബാലഗോപാലിൻ്റെ വാദം. ഈ കേന്ദ്രം അവഗണിക്കുന്നു എന്ന സംസ്ഥാനത്തിൻ്റെ വാദത്തോട് ഒരു പരിധിവരെ ചേർന്ന് പോകുന്ന നിലപാട് തന്നെയാണ് പ്രതിപക്ഷവും സ്വീകരിക്കുന്നത്. പക്ഷേ പൂർണ്ണമായി ആ കേന്ദ്ര അവഗണനയെ മറികടക്കുന്ന സാമ്പത്തിക നയങ്ങളോ രീതികളോ തീരുമാനങ്ങളോ എടുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന മറുവാദം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം അത് ആ നിലപാടിനെ ചെറുക്കുകയും ചെയ്തത്. ശരി സജിത്ത്, മറ്റു ചില കാര്യങ്ങൾ കൂടി ധനമന്ത്രി പറയുകയുണ്ടായി. സർക്കാർ വാഹനങ്ങൾ വാങ്ങാൻ 100 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ബജറ്റ് കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ മാറ്റുമെന്നും ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. സർ, സർക്കാർ വാഹനങ്ങൾ വാങ്ങാൻ 100 കോടി രൂപ. സർ, സംസ്ഥാനത്ത് കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ മാറ്റി പുതിയത് വാങ്ങാൻ 100 കോടി രൂപ ഈ ബഡ്ജറ്റിൽ അനുവദിക്കുന്നു. സർക്കാർ ജീവനക്കാർക്ക് 1 ഗഡു ക്ഷാമബത്ത ബജറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏപ്രിലിലെ ശമ്പളത്തിനൊപ്പം നൽകാനാണ് തീരുമാനം. പഴയ പെൻഷൻ സ്കീം നടപ്പാക്കാൻ നടപടിയെടുക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. ദിവസവേതനക്കാർക്ക് 5% വേതന വർധനവും ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർ, സംസ്ഥാനത്തെ ദിവസവേതന കരാറുകാരുടെ വേതനം 5% വർദ്ധിപ്പിക്കുന്നു. 1 ലക്ഷത്തിലധികം ആളുകൾക്ക് ഗുണം കിട്ടുന്നതാണ് സർ. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 1 ഗഡു ക്ഷാമാശ്വാസം 2025 ഏപ്രിൽ മാസം നൽകും. സർ, അഷ്വേർഡ് പെൻഷൻ പദ്ധതി കഴിഞ്ഞ ബജറ്റിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട ജീവനക്കാർക്ക് ഒരു അഷ്വേർഡ് പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച UPS യൂണിഫൈഡ് പെൻഷൻ സ്കീം ഇതര സംസ്ഥാനങ്ങളിലെ സമാനമായ പെൻഷൻ പദ്ധതികൾ എന്നിവ കൂടി പരിശോധിച്ച് അഷ്വേർഡ് പെൻഷൻ പദ്ധതി നടപ്പിലാക്കാനുള്ള നടപടി സ്വീകരിക്കും. ഭവന നിർമ്മാണത്തിനായി സഹകരണ ഭവന പദ്ധതിയുടെ പ്രഖ്യാപനം. റെസിഡൻഷ്യൽ കോംപ്ലക്സ് വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. 2 വർഷത്തിനുള്ളിൽ 1 ലക്ഷം വീടുകൾ നിർമ്മിക്കാൻ സഹായിക്കുന്നതാണ് പദ്ധതിയെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. സർ, സംസ്ഥാനത്തെ ഭവന നിർമ്മാണ മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്നതിനായി വളരെ വിപുലമായ ഒരു സഹകരണ പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. സർ, നഗര ഗ്രാമപ്രദേശങ്ങളിൽ ഇടത്തരം വരുമാനക്കാർക്ക് താങ്ങാനാവുന്ന ചെലവിൽ റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. അടുത്ത 2 വർഷത്തിനുള്ളിൽ നമ്മുടെ നഗരങ്ങളിൽ 1 ലക്ഷം ഭവനങ്ങളെങ്കിലും നിർമ്മിക്കാൻ സഹായിക്കുന്നതാണ് ഈ പദ്ധതി. വലിയ തോതിൽ സർക്കാർ ജീവനക്കാർക്കും ഈ പദ്ധതി സഹായകരമാവും. സജിത്ത്, സംസ്ഥാനത്ത് കുട്ടികളുടെ എണ്ണം കുറയുന്നു എന്നൊരു നിരീക്ഷണവും ധനമന്ത്രി നടത്തിയിട്ടുണ്ടല്ലോ. ഇതിന് കാരണം സംസ്ഥാനം നേരിട്ട ധനഞ്ഞെരുക്കത്തിന് കാരണം എന്താണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കേന്ദ്ര അവഗണന. വിദേശത്തേക്കുള്ള കുടിയേറ്റമാണ് ഇങ്ങനെ കുട്ടികൾ കുറയുവാനുള്ള കാരണം. ജനനനിരക്കിനെ ബാധിക്കുന്നു. ഈ രീതിയിലുള്ള പരാമർശമാണല്ലോ മന്ത്രി നടത്തിയത്. ഏത് ഭാഗത്താണ് അദ്ദേഹം ഈ രീതിയിൽ പറഞ്ഞിട്ടുള്ളത്? ഈ കുടിയേറ്റം കൃത്യമായ രീതിയിൽ ആലോചിച്ച് എടുക്കുന്നതല്ല എന്നുള്ളൊരു വിമർശനം കൂടി അദ്ദേഹം പറയുകയുണ്ടായല്ലോ. മഞ്ജുഷ്, വളരെ പ്രസക്തമാണ് ഈ ബജറ്റിലെ ഒരു നിരീക്ഷണം. സാധാരണ നമുക്കറിയാം ഒരു സാമ്പത്തിക അവലോകന കണക്കുകളും അത്തരം നീക്കിയിരിപ്പുകളുമാണ് ബജറ്റിന്റെ പരാമർശ വിഷയമായി വരുന്നതെങ്കിൽ ധനമന്ത്രി ഇന്ന് ബജറ്റിൽ ഉൾപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധേയമാണ്. അതിലൊന്നാണ് സംസ്ഥാനത്തെ കുട്ടികളുടെ ജനനനിരക്കിൽ വലിയ കുറവ് രേഖപ്പെടുത്തുന്നു എന്ന കാര്യം. ആ കണക്ക് ഇങ്ങനെയാണ്. കഴിഞ്ഞ വർഷം കേരളത്തിൽ 3.48 ലക്ഷം കുട്ടികളാണ് ജനിച്ചത്. 2014 അത് 5.34 ലക്ഷമായിരുന്നു. 20 വർഷം മുമ്പ് പ്രതിവർഷം 6 ലക്ഷത്തിന് മുകളിൽ കുട്ടികൾ ജനിച്ചിരുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അതിൻ്റെ പകുതിയോളം മാത്രമാണ് ഇപ്പോഴത്തെ കണക്ക് എന്നത് ഞെട്ടിക്കുന്നതാണ്. ഒരുപക്ഷെ വലിയ ചർച്ചകൾക്കും ചിന്തകൾക്കും വഴിവെക്കേണ്ട ഒരു കാര്യം കൂടിയായി മാറുന്നു. ധനമന്ത്രി ഇതിൻ്റെ കാരണമായി വിലയിരുത്തുന്നത് കുടിയേറ്റമാണ്. കാരണം കുടിയേറ്റം വലിയൊരു വിഭാഗത്തിന് പുതിയ സാമ്പത്തിക സാധ്യതകളും നീക്കങ്ങളും ഇടവെക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് നഷ്ടമാവുന്നത് മനുഷ്യ വിഭവശേഷിയാണ്, പുതിയ തലമുറയാണ് എന്ന് നേരത്തെ ഉയർന്ന കാര്യമാണ്. അതിന് കൃത്യമായ അതിൻ്റെ കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ബജറ്റിൽ ഇക്കാര്യം അദ്ദേഹം
സമർപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ എല്ലാം കണ്ണുമടച്ച് കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ മാറ്റമുണ്ടാവണം. മാത്രമല്ല, നമുക്ക് ഈ ഗൾഫ് കുടിയേറ്റവും മറ്റും ഉണ്ടാക്കുന്ന പുതിയ കാല തിരിച്ചടി, ആൾക്കാരുടെ തിരിച്ചുപോക്ക്, ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ചയാവുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ബജറ്റിൽ ഇത്തരം ഒരു കണക്ക് അവതരിപ്പിക്കപ്പെട്ടത് എന്നുകൂടി ശ്രദ്ധേയമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ആ തരത്തിൽ തന്നെ അത് ചർച്ച ചെയ്യപ്പെടും. കേരളത്തിൽ കുട്ടികളുടെ ജനന നിരക്കിൽ പകുതിയോളം കുറവ് കഴിഞ്ഞ 20 വർഷം മുമ്പുള്ള കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നു എന്നത് ഞെട്ടിക്കുന്ന. ശരിയാണ്, ഇക്കാര്യം ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. സംസ്ഥാനത്ത് കുട്ടികൾ കുറയുന്നു, കാരണം കുടിയേറ്റം എന്നാണ് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി പറഞ്ഞത്. കഴിഞ്ഞ വർഷം കേരളത്തിൽ ജനിച്ചത് 3.48 ലക്ഷം കുട്ടികളാണ്. എന്നാൽ 2014 അത് 5.34 ലക്ഷമായിരുന്നു. 20 വർഷം മുൻപ് പ്രതിവർഷം 6 ലക്ഷത്തിന് മുകളിൽ കുട്ടികൾ കേരളത്തിൽ ജനിച്ചിരുന്നു. കുടിയേറ്റത്തെ ഇതുമായി ചേർത്ത് വായിക്കണം എന്നാണ് ധനമന്ത്രി പറഞ്ഞത്. എല്ലാത്തരം പ്രവാസത്തെയും കണ്ണുമടച്ച് പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം തിരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. വിദേശത്ത് അഭിലഷണീയമല്ലാത്ത സാഹചര്യങ്ങളിൽ മലയാളികൾ പണിയെടുക്കുന്നുണ്ട് എന്നാണ് ധനമന്ത്രിയുടെ നിരീക്ഷണം. വി അരുൺ കൂടി ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, എന്താണ് ധനമന്ത്രി ഇങ്ങനെ പറയുവാനുള്ള കാരണം? മഞ്ജുഷ, നമ്മൾ ആ ബജറ്റ് പ്രസംഗം വായിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ അങ്ങനെ തോന്നാം. അതാണ് നമ്മൾ ആ കാര്യം ആ രീതി റിപ്പോർട്ട്. പക്ഷേ ധനമന്ത്രിയോട് വാർത്താ സമ്മേളനത്തിൽ അക്കാര്യം ചോദിച്ചു. അദ്ദേഹം പറയുന്നത് കുടിയേറ്റവുമായി ഇതിന് നേരിട്ട് ബന്ധമില്ല എന്നുള്ളതാണ്. അദ്ദേഹം ബജറ്റ് പ്രസംഗത്തിൽ പറയുന്നത് 2024 കേരളത്തിൽ ജനിച്ച 3.48 ലക്ഷം കുഞ്ഞുങ്ങളാണ് ജനിച്ചത്. 2014 ഇത് 5.34 ലക്ഷമായിരുന്നു. 20 വർഷം മുമ്പ് അത് 6 ലക്ഷത്തിന് മുകളിലായിരുന്നു ശരാശരി. ആ സ്ഥാനത്ത് വലിയ കുറവുണ്ടായിരുന്നു. തൊട്ടടുത്ത പാരഗ്രാഫ് അദ്ദേഹം പറയുന്നത് ജനസംഖ്യാ ഭരണവുമായി കൂട്ടിച്ചേർത്ത് വേണം കേരളത്തിലുള്ള പുറത്തേക്കുള്ള കുടിയേറ്റത്തെയും കാണാം. ഞാൻ ഇക്കാര്യം അദ്ദേഹത്തോട് വാർത്താ സമ്മേളനം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മൈഗ്രേഷനുമായി നേരിട്ട് ബന്ധമില്ല. അത്തരമൊരു സാമൂഹിക പ്രശ്നം കേരളത്തിലുണ്ട്, പക്ഷേ അത് മൈഗ്രേഷനുമായി നേരിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല. മൈഗ്രേഷൻ കാരണം മാത്രമാകാം. അദ്ദേഹം പറയുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ കുട്ടികളുടെ എണ്ണം പൊതുവിൽ കുറവാണ്. ഒരു കുടുംബത്തിൽ ഒരു കുട്ടി എന്ന രീതിയിൽ മാത്രമാണുള്ളത്. അതുമായി അങ്ങനെ കേരളത്തിലെ ജീവിത രീതിയും ആ രീതിയിലേക്ക് വിദേശ നിലവാരത്തേക്ക് വരുമ്പോൾ ഉള്ള മാറ്റമാണോ എന്നൊരു സംശയം മാത്രമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. കുടിയേറ്റവുമായി നേരിട്ട് അതിനെ കണക്ട് ചെയ്യാൻ കഴിയുന്നതിൻ്റെ വിശദീകരണമാണ് വാർത്താ സമ്മേളനത്തിൽ മന്ത്രി നൽകിയത്. പക്ഷേ ഒരു കാര്യം വസ്തുതയാണ്, കേരളത്തിലെ ഓരോ വർഷം ഇരിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നു. അതിൻ്റെ വിശദമായ പഠനത്തിലേക്ക് ധനവകുപ്പോ സാമൂഹ്യനീതി വകുപ്പോ ഒക്കെ പോയോ എന്ന് വ്യക്തമല്ല. പക്ഷേ കുടിയേറ്റം മാത്രമല്ല അതിൻ്റെ കാരണമെന്നാണ് ഈ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്. ശരി അരുൺ, മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പൊതുവെ ഈ ബജറ്റ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ഒന്നാണ് എന്ന് തീർത്തും പറയുവാൻ കഴിയുമോ? അങ്ങനെയായിരുന്നുവെങ്കിൽ ഈ ക്ഷേമ പെൻഷനിൽ ഒരു വർധനവ് നടത്തിക്കൊണ്ട് ഒരു ജനപ്രിയ ബജറ്റ് എന്ന രീതിയിൽ ആക്കി തീർത്തേനെ. അങ്ങനെ വന്നിട്ടുമില്ലല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കയ്യടി നേടാൻ മാത്രം ലക്ഷ്യമുള്ള ബജറ്റ് അതിനെ കാണാനാകില്ല. മറിച്ച് സംസ്ഥാനത്തെ സാമ്പത്തിക യാഥാർത്ഥ്യം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു യാഥാർത്ഥ്യ ബോധമുള്ള ഒരു ബജറ്റ് വേണമെങ്കിൽ കാണാം. കാരണം വലിയ രീതിയിലുള്ള പദ്ധതികളുടെ പ്രഖ്യാപനമോ അല്ലെങ്കിൽ ക്ഷേമ പ്രഖ്യാപനങ്ങളോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ അജണ്ട തന്നെയാണ്. 2500 രൂപ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ 2500 വർദ്ധിപ്പിക്കുമെന്ന് ഇടതുമുന്നണി പ്രകടന പത്രികയിലും പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോഴും അതിനുള്ള നീക്കങ്ങളില്ല. 1600 നിൽക്കുകയാണ്. ഈ സർക്കാർ വന്ന ശേഷം ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ല. ആ പ്രഖ്യാപനം നടപ്പാക്കുമെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിലും പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ബജറ്റിൽ 150 രൂപയെങ്കിലും കൂട്ടണം. 1750, 1600 നിന്ന് 1750 വരെയായെങ്കിലും എത്തിക്കണമെന്ന ആവശ്യം ധനമന്ത്രിക്ക് മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അത് വർദ്ധിപ്പിക്കാതിന് കാരണമായി നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ വർദ്ധിപ്പിച്ചാൽ 3 ഗഡു ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ട്. ആ കുടിശ്ശിക നൽകാതെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചാൽ ആദ്യം കുടിശ്ശിക കൊടുത്തു തീർക്കണം, അതിനുശേഷം പോരെ വർധനവ് എന്ന ഒരു ചോദ്യം പ്രതിപക്ഷത്തിന് പരിഹാസരൂപേണ ഉണ്ടാകാം. അത് മറികടക്കാനാണ് സർക്കാർ അത്തരമൊരു തീരുമാനത്തിലേക്ക് നീങ്ങിയത്. ഇപ്പോൾ പെൻഷൻ വർദ്ധിപ്പിക്കാമെന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊരു കാരണം കൂടിയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ക്ഷേമ പെൻഷൻ വർധന വരുത്തിയാൽ അത് കൂടുതൽ ഗുണം ചെയ്യും. ജനങ്ങൾക്ക് നേരിട്ട് അക്കാര്യം ഓർമ്മയിലിരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് 1-2 മാസം മുമ്പ് എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ മാത്രം അത് തീരുമാനിച്ചാലും മതിയാകും. ബജറ്റിൽ തന്നെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ നിർബന്ധമില്ല, മന്ത്രിസഭാ തീരുമാനം വേണമെന്നില്ല. പകരം ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലോടുകൂടി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചാൽ അത് തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പ് 1-2 മാസങ്ങൾക്ക് മുമ്പ് വർദ്ധിപ്പിച്ചാൽ അത് കൂടുതൽ ഗുണം കിട്ടുമെന്ന് സർക്കാർ കരുതുന്നു. അതുകൊണ്ടാണ് ക്ഷേമ പെൻഷൻ ഇപ്പോൾ വർദ്ധിപ്പിക്കുക എന്നാണ് ധനവകുപ്പ് ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പാണ്. അത് ഒരുപക്ഷെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ സെപ്റ്റംബർ മാസമോ ഒക്ടോബർ മാസമോ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം നീങ്ങും. അതിന് തൊട്ട് മുമ്പ് മാത്രം അത് മതി എന്നൊരു തീരുമാനം സർക്കാർ എടുത്തു. മുഖ്യമന്ത്രിയുമായി ഇന്നലെ രാത്രി സംസാരിക്കുമ്പോൾ അത്തരമൊരു നിർദ്ദേശം, രാഷ്ട്രീയമായ നിർദ്ദേശം കൂടി മുഖ്യമന്ത്രിയിൽ നിന്നും അതുപോലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറിയിൽ നിന്നും അത്തരം നിർദ്ദേശം മന്ത്രിക്ക് ലഭിച്ചു. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഈ ബജറ്റ് പ്രസംഗത്തിൽ ക്ഷേമ പെൻഷൻ വർധന എന്നൊരു തീരുമാനത്തേക്ക് സർക്കാർ പോകാത്തത്. വരും മാസങ്ങളിൽ അത് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. 2500 എന്ന പ്രഖ്യാപിത നിലപാടിലേക്ക് എത്താൻ 900 രൂപ വർദ്ധിപ്പിക്കാൻ അത്ര എളുപ്പമല്ല. എങ്കിലും
150-200 രൂപ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ തന്നെയാണ് ഇടതുമുണ്ട് ആലോചന. പക്ഷേ ബജറ്റിൽ അത് ഉണ്ടായിട്ടില്ല. അതാണ് പ്രധാനമായും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ബജറ്റ് അല്ലേ എന്ന ചോദ്യം ഉയർന്നു വരാൻ കാരണം. ശരിയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇടത് മുന്നണിയുടെ പ്രഖ്യാപിത ലക്ഷ്യമായ നവകേരളം സൃഷ്ടിക്കുക എന്നുള്ള കാര്യം അത് ബജറ്റിൽ എടുത്തു പറയുന്നുണ്ടല്ലോ. അതിന് കേന്ദ്രീകരിച്ചുള്ള പ്രഖ്യാപനങ്ങൾ, നിക്ഷേപകരെ ആകർഷിക്കുവാൻ എന്തൊക്കെ സംസ്ഥാന സർക്കാർ ചെയ്യുന്നു. ദാവോസിൽ ഏറ്റവും ഒടുവിൽ വ്യവസായ മന്ത്രി പോയി ചർച്ച നടത്തിയ കാര്യം വരെ ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വെറും പ്രഖ്യാപനങ്ങളും പൊള്ളയായ കാര്യങ്ങളും മാത്രമാണ് എന്ന് പ്രതിപക്ഷത്തിന് ആക്ഷേപിക്കുവാനും അവസരം നൽകുകയല്ലേ ഇത്തരത്തിലുള്ള ഈ പരത്തിയുള്ള പറഞ്ഞുപോക്കലുകൾ കുറെ കാണാം അവിടെ ഈ നവകേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ നിർത്തി. തീർച്ചയായിട്ടും നവകേരള സദസ്സിൽ ഉൾപ്പെട്ട അടിസ്ഥാന വികസന പദ്ധതികൾക്ക് 800 കോടി രൂപയാണ് മാറ്റിവച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് എന്താണ് അതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതിക്ക് 1000 കോടി മാറ്റിവെക്കുന്നു. അങ്ങനെ മഞ്ജു സൂചിപ്പിച്ച പോലെ കൃത്യമായ വാക്ക് തന്നെയാണ്, പരത്തി പറഞ്ഞു പോയി എന്നുള്ളത് തന്നെയാണ് ഈ ബജറ്റ് ഒരു ന്യൂനതയായി പ്രതിപക്ഷവും ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ കൃത്യമായൊരു ദിശാബോധമില്ലാത്തൊരു ബജറ്റ് എന്ന പ്രതിപക്ഷം വിമർശിക്കാൻ കാരണവും അതാണ്. പക്ഷേ ഈ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെന്ന് പറയുമ്പോഴും അത്ര പ്രത്യക്ഷത്തിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നില്ല. ഈ ബജറ്റിനൊപ്പം വെച്ച ബജറ്റ് ഡോക്യുമെന്റിൽ, ബജറ്റ് എസ്റ്റിമേറ്റിലുമൊക്കെ അത്തരം കാര്യങ്ങൾ വ്യക്തമാണ്. റവന്യൂ വരവ് 15,235 കോടി മാത്രമാണ്. ചെലവ് 1,52,000 കോടി രൂപയാണ്. ചെലവ് 1,79,476 കോടിയും. അതുകൊണ്ട് തന്നെ റവന്യൂ കമ്മി 2,27,124 കോടി റവന്യൂ കമ്മിയുണ്ട്. അങ്ങനെ ഒരു ബജറ്റിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് വലിയ ചോദ്യം തന്നെയാണ്. സംസ്ഥാനത്തിൻ്റെ സ്വപ്നപദ്ധതി വിഴിഞ്ഞം വലിയ നേട്ടങ്ങൾ വരുമ്പോഴും വിഴിഞ്ഞത്തിനും കാര്യമായ ഒരു നീക്കിയിരിപ്പ് ബജറ്റിലില്ല. കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയാണ് വിഴിഞ്ഞത്തിനായി ഒന്നും കേന്ദ്രം നീക്കിവെച്ചത് വിമർശനമാണ് സർക്കാർ ഉന്നയിച്ചത്. പക്ഷേ ഈ സംസ്ഥാന ബജറ്റിലും വിഴിഞ്ഞത്തിനായി കാര്യമായി ഒന്നും നീക്കിവെച്ചിരുന്നത് യാഥാർത്ഥ്യമാണ്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ബജറ്റായി ഇതിനെ കാണണമെന്ന്, യാഥാർത്ഥ്യബോധമുള്ള ബജറ്റായി കാണണമെന്ന് പറയാൻ കാരണം അതുതന്നെയാണ്. സംസ്ഥാനത്തിന് വലിയ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കാനുള്ള ശേഷി ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിലെല്ലാം ഒരു സ്വപ്നമായി അല്ലെങ്കിൽ ഭാവിയിലേക്കുള്ള ധനസ്ഥിതി മെച്ചപ്പെടുന്നതനുസരിച്ച് മാത്രം സംസ്ഥാനത്തിൻ്റെ അത്തരം കാര്യങ്ങളിലേക്ക് പോയാൽ മതി എന്നൊരു യാഥാർത്ഥ്യബോധം ഈ ബജറ്റിൻ്റെ പല ഭാഗങ്ങൾ വായിക്കുമ്പോഴും നമുക്കുണ്ട്. അതുകൊണ്ടാണ് പ്രതിപക്ഷം ഒരു ദിശാബോധമില്ലാത്ത ബജറ്റെന്നും കൃത്യമായ ഒരു ലക്ഷ്യമില്ലാത്ത ബജറ്റ് നമുക്ക് വിമർശിക്കാൻ കാരണം. അത് തോമസ് ഐസക്കും അംഗീകരിക്കുന്നുണ്ട്. വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇതൊരു കൃത്യമായ ഒരു വലിയ പൊള്ളയായ പ്രഖ്യാപനങ്ങളില്ല എന്നുള്ളത് തന്നെയാണ്. അത് വളരെ ശരിയായ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിരുന്നു. വലിയ പ്രഖ്യാപനങ്ങൾ ഇതിലില്ല. നിലവിലെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ചില സർക്കാരിൻ്റെ ആലോചനകളും ശ്രമങ്ങളും മാത്രമാണ് ഇതിൽ. മറ്റൊന്ന് ഈ ബജറ്റ് തിരഞ്ഞെടുപ്പ് ബജറ്റ് അത് പറയാൻ കാരണം നികുതി വർധനയാണ്. 50% കണക്ക് നോക്കുമ്പോൾ വളരെ ചെറിയ കണക്ക്, ഒരു 6-ന് 2.5 രൂപയ്ക്ക് കൂടുന്ന കണക്ക് മാത്രമാണ് പറയുമ്പോഴും അതിനപ്പുറത്തേക്ക് ഒരു 50% നികുതി വർദ്ധിക്കുന്നതെന്ന് സ്വാഭാവികമായി ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. കോടതി ഫീസുകൾ വർദ്ധിക്കുന്നുണ്ട്. കാരേജ് വാഹനങ്ങളുടെ നികുതി അവിടെ കുറയ്ക്കുന്നുണ്ട്. സർക്കാരിന് മുന്നിൽ നികുതി വരുമാനം വർദ്ധിപ്പിക്കാതെ മറ്റു വഴികളില്ലായിരുന്നു. ഫീസുകൾ വർദ്ധിപ്പിക്കാതെ മറ്റു വഴികളില്ലായിരുന്നു. വരുമാനം കൂടുതൽ ഉണ്ടാകണം. കേന്ദ്രത്തിൽ നിന്ന് കാര്യമായ സഹായമില്ല. അപ്പോൾ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വഴികൾ സർക്കാർ തേടിയേ മതിയാകൂ. അവിടെ ഈ തെരഞ്ഞെടുപ്പ് ബജറ്റ് അല്ലെങ്കിൽ ജനക്ഷേമം എന്ന ഒരു കാര്യത്തിൽ സർക്കാർ കണ്ണടയ്ക്കുകയാണ് ചെയ്തത്. അതിന് ഇനിയുള്ള അവസരങ്ങൾ സാമ്പത്തിക മെച്ചപ്പെട്ട ശേഷം അത്തരം ജനപ്രിയ പ്രഖ്യാപനങ്ങളിലേക്ക് പോയാൽ മതി എന്ന തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാരും കെ എൻ ബാലഗോപാലും എത്തിച്ചേർന്നതിന്റെ സൂചനയായി വേണം നമുക്ക് ഇതിനെ കാണേണ്ടത്. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര അവഗണന തുടരുന്നു എന്ന് ധനമന്ത്രി പറയുകയുണ്ടായി. പക്ഷേ ഇതിനിടയിലും ധനസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ള പ്രഖ്യാപനമാണ് ബജറ്റിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നടത്തിയിരിക്കുന്നത്. മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. വന്യജീവി ആക്രമണം തടയാൻ പ്രത്യേക പാക്കേജ് നടപ്പിലാക്കുമെന്ന് ധനമന്ത്രി ബജറ്റിൽ പറയുന്നു. ഇതിനായി 50 കോടി രൂപയാണ് അനുവദിച്ചത്. വനം വന്യജീവി സംരക്ഷണത്തിന് 306 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ ഇല്ലാതാക്കാൻ പാമ്പ് വിഷബാധ ജീവഹാനി രഹിത കേരളം പദ്ധതി, ഇതിന് 25 കോടി രൂപയാണ് പ്രഖ്യാപിച്ചത്. തെരുവുനായ ആക്രമണം പ്രതിരോധിക്കാൻ 2 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. വനവും വന്യജീവി സംരക്ഷണം എന്ന മേഖലയ്ക്കായി 2025-26 സാമ്പത്തിക വർഷം ആകെ 305.61 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻവർഷത്തെക്കാളും 27.55 കോടി രൂപയാണ്. മുൻപ് ആമുഖത്തിൽ പറഞ്ഞ 50 കോടി രൂപ ഇതിനും പുറമെയാണ്. കേന്ദ്ര സഹായമായി 45.47 കോടി രൂപ പ്രതീക്ഷിക്കുന്നു. ജലസുരക്ഷ മെച്ചപ്പെടുത്തുക, മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾ ലഘൂകരിക്കുക, വനമേഖലയെ ആശ്രയിച്ച് കഴിയുന്ന വിഭാഗങ്ങളുടെ ജീവനും ജീവനോപാധികൾക്കും സംരക്ഷണം നൽകുക, കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കെതിരെയുള്ള കവചമായി ജനങ്ങളെ നിലനിർത്തിക്കൊണ്ട് വനങ്ങളുടെ സുസ്ഥിര പരിപാലനം ഉറപ്പാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കാണ് വനവും വന്യജീവി സംരക്ഷണം എന്ന മേഖലയിൽ 25-26 വർഷം ഊന്നൽ നൽകുന്നത്.
മനുഷ്യ വന്യമൃഗ സംഘർഷ സംബന്ധമായ വിവരങ്ങൾ യഥാർത്ഥമായി ശേഖരിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ ഫീൽഡ് തലത്തിൽ നൽകുന്നതിനും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി സംസ്ഥാനതല കൺട്രോൾ റൂം 36 DEOC-കളിലും രൂപീകരിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിച്ച് അതിവേഗം പരിഹരിക്കുന്നതിനായി 24-25 സാമ്പത്തിക വർഷത്തിൽ 48.85 കോടിയാണ് വകയിരുത്തിയത്. ഇതിൽ 21.55 കോടി വർദ്ധിച്ച് 70.4 കോടിയായി ഉയർത്തുന്നു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയായവർക്കുള്ള സഹായമായി 2011-16 കാലയളവിൽ 39.52 കോടിയാണ് വിതരണം ചെയ്തതെങ്കിൽ 2016-21 കാലയളവിൽ 91.36 കോടി വിതരണം ചെയ്തു. പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ അടുത്ത 5 വർഷം കൊണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കാൻ പാമ്പ് വിഷബാധ ജീവഹാനി രഹിത കേരളം എന്ന പദ്ധതി നടപ്പിലാക്കുന്നതാണ്. സർ, കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന തെരുവുനായ ആക്രമണം തടയാൻ മൃഗസംരക്ഷണ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി കർമ്മപരിപാടി തയ്യാറാക്കും. പോർട്ടബിൾ ABC സെന്ററുകൾ സ്ഥാപിച്ച് തെരുവുനായകളുടെ വന്ധ്യകരണം കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനുള്ള സാധ്യതകൾ ആരായും. ഇതിനായിട്ട് 2 കോടി രൂപ വകയിരുത്തുന്നു. കാർഷിക മേഖലയ്ക്ക് ബജറ്റിൽ ഊന്നൽ നൽകിയിട്ടുണ്ട്. നെല്ല് വികസന പദ്ധതിക്ക് 150 കോടി രൂപ, സമഗ്ര പച്ചക്കറി ഉൽപാദന വികസനത്തിന് 75.47 കോടി രൂപയാണ് വകയിരുത്തിയത്. കശുവണ്ടി മേഖലയ്ക്ക് അനുവദിച്ചത് 30 കോടി രൂപയാണ്. കാർഷിക സർവകലാശാലയ്ക്ക് 45 കോടി രൂപയും ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നെല്ല് വികസന പദ്ധതിക്കായി വിവിധ പദ്ധതികൾ സംയോജിപ്പിച്ചുകൊണ്ട് 150 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ സുസ്ഥിര നെൽകൃഷി വികസനത്തിന് ഉൽപാദനോപാധികൾക്കുള്ള സഹായമായി ഹെക്ടറിന് 5500 രൂപ, നെൽവയൽ ഉടമസ്ഥർക്ക് നെൽവയൽ സംരക്ഷണത്തിനായി ഹെക്ടറിന് 3000 രൂപ എന്നീ നിരക്കുകളിൽ റോയൽറ്റി നൽകുന്നതിനുള്ള 80 കോടി രൂപയും ഉൾപ്പെടും. കാർഷിക സർവകലാശാലയുടെ പദ്ധതികൾക്കായിട്ട് 43 കോടി രൂപ വകയിരുത്തുന്നു. സമഗ്ര പച്ചക്കറി വികസന പദ്ധതിക്ക് 78.45 കോടി രൂപ വകയിരുത്തുന്നു. നാളികേര വികസനത്തിനായി 73 കോടി രൂപ വകയിരുത്തുന്നു. സുഗന്ധവ്യഞ്ജന വിള പദ്ധതിക്ക് വകയിരുത്തൽ 4.6 കോടി രൂപയിൽ നിന്ന് 7.6 കോടി രൂപ വർദ്ധിപ്പിക്കുന്നു. നവകേരള സദസ്സിന്റെ അടിസ്ഥാന പദ്ധതികൾക്കായി 210 കോടി രൂപയാണ് വകയിരുത്തിയത്. ഇതുവഴി ഓരോ മണ്ഡലത്തിലും 7 കോടിയുടെ പദ്ധതികൾ ഏറ്റെടുക്കുവാൻ കഴിയും. പ്ലാനിൽ വകയിരുത്തിയതിന് പുറമെ 500 കോടി രൂപ പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി മാറ്റിവെക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നവകേരള സദസ്സിന്റെ അടിസ്ഥാന പദ്ധതികൾക്ക് ആയി 1000 കോടി രൂപയുടെ പദ്ധതി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. അടിസ്ഥാന പദ്ധതികൾക്കായിട്ട് 210 കോടി രൂപ വകയിരുത്തുന്നു. പ്ലാനിൽ ഓരോ മണ്ഡലത്തിലും പരമാവധി 7 കോടി രൂപ വരെയുള്ള പദ്ധതികൾ ഏറ്റെടുക്കാനാവും. പ്ലാനിൽ വകയിരുത്തിയുള്ളതിന് പുറമെ 500 കോടി രൂപ കൂടി ഈ വർഷം നവകേരള പദ്ധതികൾ പൂർത്തീകരിക്കാനായിട്ട് മാറ്റിവെക്കുന്നു. 15 വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങളുടെ നികുതി കുത്തനെ കൂട്ടിയിട്ടുണ്ട്. 50% വർധനവ്. 15 വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങളുടെ നികുതി. കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ മൂലം ഉണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം പരമാവധി കുറയ്ക്കുന്നതിന് നിരവധി പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി 15 വർഷം കഴിഞ്ഞ സർക്കാർ വാഹനങ്ങൾ പൊളിക്കുന്നതിന് സർക്കാർ സ്ക്രാപ്പിംഗ് പോളിസി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും 15 വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങൾക്ക് ഈ നിബന്ധന ബാധകമാക്കിയിട്ടില്ല. അതിനാൽ പഴക്കം ചെന്ന സ്വകാര്യ വാഹനങ്ങളുടെ തുടരുപയോഗം നിരുത്സാഹപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 15 വർഷം കഴിഞ്ഞ മോട്ടോർ സൈക്കിളുടെയും സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മുച്ചക്ര വാഹനങ്ങളുടെയും മോട്ടോർ കാറുകളുടെയും നികുതിയിൽ 50% വർധനവ് വരുത്തുന്നു. സ്വകാര്യ വാഹനങ്ങളുടെ നികുതി ഇനത്തിൽ സർക്കാരിന് 110 കോടി രൂപയാണ് ലഭിക്കുക. ഇതുവഴി ഒരു വർഷം 55 കോടി രൂപയുടെ നികുതി വരുമാനം ഉണ്ടാവും. KSRTCക്ക് ബജറ്റിൽ സഹായമുണ്ട്. പുതിയ ബസ്സുകൾ വാങ്ങാൻ 107 കോടി രൂപയാണ് നൽകിയത്. KSRTCയുടെ അടിസ്ഥാന വികസനത്തിന് 78.96 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. 11,787.8 കോടി രൂപയാണ് ഈ രണ്ട് LDF സർക്കാരുകളുടെ കാലയളവിൽ നൽകിയിട്ടുള്ളത്. സർ, KSRTCക്ക് അടിസ്ഥാന സൗകര്യ വികസനം, ഡിപ്പോകളും വർക്ക്ഷോപ്പുകളുടെ ആധുനികവൽക്കരണം, ഗവേണൻസ് പ്രവർത്തനങ്ങൾ തുടങ്ങിയ വികസന പദ്ധതിക്കായിട്ട് ഈ സർക്കാരിന്റെ കാലയളവിൽ 178.96 കോടി വെച്ചിട്ടുണ്ട്. സർ, ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് ചെറുതോണിയിൽ KSRTC ഡിപ്പോ പ്രവർത്തനക്ഷമമാക്കി ബസ് സർവീസുകൾ ആരംഭിക്കുന്നതിന് ഈ വർഷം തന്നെ ആരംഭിക്കും. അതിനാവശ്യമായിട്ടുള്ള തുക വകയിരുത്തിയിട്ടുണ്ട്. ബജറ്റിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷം. വകയിരുത്തിയ പണം വായ്പ തിരിച്ചടയ്ക്കാൻ പോലും തികയില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചത്. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് പോലും വെട്ടിച്ചുരുക്കി. 20 വർഷം കേരളത്തെ പിന്നോട്ടടിക്കുന്നതാണ് ബാലഗോപാലിന്റെ ബജറ്റ്. കേരളത്തിൽ ബ്രെയിൻ ഡ്രെയിൻ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. സർക്കാരിന്റെ ബാധ്യത തീർക്കാനുള്ള പണം പോലും ഈ പ്രാവശ്യം വെച്ചിട്ടില്ല. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പ്ലാനിൽ അലോക്കേറ്റ് ചെയ്ത പൈസ ഗൗരവമായി വെട്ടിക്കുറച്ചു. കോടിക്കണക്കിന് രൂപ വെട്ടിക്കുറച്ചു. ഏകദേശം ഒരു 50% വരും. വലിയ വെട്ടിക്കുറവുണ്ടായി. രണ്ടാമത് അതുണ്ടാക്കിയ ബാധ്യതകളുണ്ട്. വിവിധ വെൽഫെയർ പ്രോജക്റ്റുകൾക്ക്, ക്ഷേമ പദ്ധതികൾക്ക്, വികസന പദ്ധതികൾക്കൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ തുക കടം ബാധ്യത വരുത്തിയിട്ടുണ്ട്. ആ കടബാധ്യത പോലും തീർക്കാനുള്ള അലോക്കേഷൻ ഈ വർഷത്തെ ബജറ്റിലില്ല. പിന്നെ എങ്ങനെയാണ് ഒരു ബജറ്റ് പെർഫോം ചെയ്യുന്നത്?
എങ്ങനെയാണ് ഒരു ബജറ്റ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പൊ ഇത് വെറും പൊള്ളയായ വാക്കുകളാണ്. മാത്രമല്ല ആവർത്തനമായിരുന്നു കംപ്ലീറ്റ്, ഒന്നും കമ്പൈൻ ചെയ്തിട്ട് പോലുമില്ല ബജറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് കഴിഞ്ഞ 24 വർഷത്തിനിടയിൽ ഇങ്ങനെ ഒരു ബജറ്റ് കേൾക്കുന്നത്. പറഞ്ഞു തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അതായത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വന്ന സംഭവം ഒന്ന് കമ്പൈൻ ചെയ്ത് ഒരു ബജറ്റിന്റെ ഓർഡറിൽ പോലും ഈ ബജറ്റ് ആക്കിയിട്ടില്ല. ബജറ്റിൽ ഒന്നുമില്ല എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ കൂടി നോക്കാം. ഭവന വാഹന പേഴ്സണൽ ലോണുകളുടെ പലിശ കുറയും. റിപ്പോ നിരക്ക് 0.5% കുറച്ച് റിസർവ് ബാങ്ക്. പലിശ നിരക്ക് കുറയ്ക്കുന്നത് 5 വർഷത്തിന് ശേഷം. സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനഞ്ഞെരുക്കത്തിന്റെ തീക്ഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നതാണ് ആ സന്തോഷ വാർത്ത. സാമ്പത്തിക ഞെരുക്കം കടന്നെന്ന് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി. ക്ഷേമ പെൻഷൻ കൂട്ടിയിട്ടില്ല. ബജറ്റിൽ സർക്കാർ ജീവനക്കാർക്ക് സന്തോഷിക്കാനേറെ. ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടൻ. ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ഏപ്രിലിലെ ശമ്പളത്തിൽ. DA കുടിശ്ശികയുടെ 2 ഗഡുക്കളുടെ ലോക്കിൻ പീരീഡ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഒഴിവാക്കി നൽകുന്നു. ഭൂനി ഭവന വാഹന വ്യക്തിഗത വായ്പകൾക്കുള്ള പലിശ കുറയും. റിപ്പോ നിരക്ക് 0.5% റിസർവ് ബാങ്ക് കുറച്ചത്. 5 വർഷത്തിന് ശേഷമാണ് റിസർവ് ബാങ്ക് റിപ്പോ നിരക്കിൽ കുറവ് വരുത്തുന്നത്. ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ റിസർവ് ബാങ്കിൽ നിന്ന് ആശ്വാസ തീരുമാനം. റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പകളുടെ പലിശയായ റിപ്പോ നിരക്ക് കുറച്ചു. 6.5% നിന്ന് 6.25% 2023 ഫെബ്രുവരി മുതൽ റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ തുടരുകയായിരുന്നു. റിസർവ് ബാങ്ക് ഗവർണറായി സഞ്ജയ് മൽഹോത്ര ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ യോഗത്തിലാണ് നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനം. Reserve Bank's exchange rate policy over the years has remained very consistent. Accordingly, our interventions in the forex market focus on smoothing excessive and disruptive volatility. ഭവന വാഹന വായ്പകൾക്കും പേഴ്സണൽ ലോണിനും പലിശ കുറയും. നിലവിലെ EMI നിരക്കും കുറയും. ഉദാഹരണത്തിന് 20 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കേണ്ട 30 ലക്ഷം രൂപ ഭവന വായ്പയ്ക്ക് നിലവിൽ പ്രതിമാസ അടവ് 26,992 രൂപ. പലിശ നിരക്ക് 9% നിന്ന് 8.45% പ്രതിമാസ അടവ് 26,551 രൂപ. 480 രൂപയുടെ കുറവുണ്ടാകും. ഉയർന്ന പലിശ നിരക്ക് സാമ്പത്തിക വളർച്ചയെ ബാധിക്കുന്നതും പലിശ നിരക്ക് കൂട്ടുന്നത് വിലക്കയറ്റത്തിന് വഴിവെക്കുമെന്നതുമാണ് ഇത്രയും നാൾ അഭിമുഖീകരിച്ച പ്രതിസന്ധി. ആദായ നികുതി പരിധി ഉയർത്തിയ ബഡ്ജറ്റ് തീരുമാനം ഗുണകരമായി. കേന്ദ്ര ബഡ്ജറ്റ് സാമ്പത്തിക വളർച്ചയ്ക്ക് ഉത്തേജനം പകരാൻ നിലമൊരുക്കുമെന്ന് കണക്ക് കൂട്ടുന്നു. അമേരിക്ക താരിഫ് തീരുമാനം താൽക്കാലികമായെങ്കിലും മരവിപ്പിച്ചത് അനുകൂലമായി. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. വാളയാറിലെ പെൺകുട്ടികളെ ബലാത്സംഗത്തിന് ഇരയാകാൻ കൂട്ടുനിന്നത് അമ്മയും ഭർത്താവുമെന്ന് CBI. കേസിലെ 1-ാം പ്രതിയുമായി കുട്ടികളുടെ സാന്നിധ്യത്തിൽ അമ്മ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടെന്നും 2 ആഴ്ച മുൻപ് നൽകിയ കുറ്റപത്രത്തിൽ CBI പറയുന്നുണ്ട്. വാളയാറിലെ കുഞ്ഞുങ്ങൾ വർഷങ്ങളായി അനുഭവിച്ചു പോന്ന ലൈംഗിക ചൂഷണത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് CBI സമർപ്പിച്ച കുറ്റപത്രത്തിലുള്ളത്. 2 പെൺകുഞ്ഞുങ്ങളും ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്നത് മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നെന്നാണ് വെളിപ്പെടുത്തൽ. പെൺകുട്ടികളുടെ അമ്മ കുട്ടികളുടെ സാന്നിധ്യത്തിൽ 1-ാം പ്രതി മധുവുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു. മൂത്ത കുട്ടിയെ മധു പീഡിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും അയാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മദ്യസൽക്കാരം നടത്തി. 2016 ഏപ്രിലിൽ 1-ാം പ്രതി മൂത്ത മകളെ അപമാനിക്കുന്നത് അമ്മ കണ്ടിരുന്നു. 2 ആഴ്ച കഴിഞ്ഞ് പ്രതി വീണ്ടും കുട്ടിയെ പീഡിപ്പിക്കുന്നത് അച്ഛനും സാക്ഷിയായി. 2017 ജനുവരി 13-നും മാർച്ച് 4-നുമാണ് കുഞ്ഞുങ്ങളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നിട്ടും മാതാപിതാക്കൾ 1-ാം പ്രതി മൂത്ത കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചത് പോലീസിൽ അറിയിച്ചില്ല. മൂത്ത മകളുടെ മരണശേഷവും ഇളയ പെൺകുട്ടിയെ അമ്മയും അച്ഛനും 1-ാം പ്രതിയുടെ വീട്ടിലേക്ക് അയക്കാറുണ്ടായിരുന്നു. CBI കുറ്റപത്രത്തിൽ മധു 1-ാം പ്രതിയും അമ്മയും അച്ഛനും 2ഉം 3ഉം പ്രതികളാണ്. കേസിൽ മുഴുവൻ പ്രതികളെയും വിചാരണ കോടതി കുറ്റവിമുക്തരാക്കിയതിനെ തുടർന്ന് അന്വേഷണം ഏറ്റെടുത്ത CBI 2 ആഴ്ച മുന്നെയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പെൺകുട്ടികളെ ബലാത്സംഗത്തിനും മരണത്തിനും ഇടയാക്കിയത് മാതാപിതാക്കൾ മനഃപൂർവ്വമാണെന്ന നിഗമനത്തിലാണ് CBI. ന്യൂസ് 18 കൊച്ചി.
കലൂർ സ്റ്റേഡിയത്തിലെ റെസ്റ്റോറന്റിൽ പൊട്ടിത്തെറി നടന്നതിൽ കടയുടമയ്ക്കെതിരെ കേസെടുത്തു. ഐഡലി കഫേ ഉടമ ദീപകിനെതിരെയാണ് കേസെടുത്തത്. ഇന്നലെ ഉണ്ടായ അപകടത്തിൽ മരിച്ച ബംഗാൾ സ്വദേശി സുമിത്തിന്റെ മൃതദേഹം ഇന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകും. പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ്. മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെയാണ് റെസ്റ്റോറന്റിന്റെ പ്രവർത്തനമെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധന ഉണ്ടായേക്കും. 1.5 മാസത്തിനിടെ 2 അപകടങ്ങൾ നടന്ന കലൂർ സ്റ്റേഡിയത്തിൽ ഗുരുതരമായ സുരക്ഷാ ക്രമക്കേടുകളെന്ന് കണ്ടെത്തൽ. സ്റ്റേഡിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഫയർ സേഫ്റ്റി ഉപകരണങ്ങളുടെ കാലാവധി കഴിഞ്ഞിട്ട് മാസങ്ങളായി. കാലാവധി കഴിഞ്ഞിട്ടും ഫയർ സിലിണ്ടറുകൾ മാറ്റി സ്ഥാപിച്ചില്ലെന്ന പരാതി ശക്തമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ റെസ്റ്റോറന്റ് ഉൾപ്പെടെയുള്ളവയുടെ പ്രവർത്തനവും മതിയായ സുരക്ഷാ സംവിധാനമില്ലാതെയാണ് നടന്നിരുന്നത്. ഇത് സ്റ്റേഡിയത്തിൽ അഗ്നിസുരക്ഷയ്ക്കായി സ്ഥാപിച്ചിരിക്കുന്ന സിലിണ്ടറുകളാണ്. ഇവയെല്ലാം കാലാവധി കഴിഞ്ഞതുമാണ്. സ്റ്റേഡിയത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും സ്മോക്ക് ഡിറ്റക്റ്റീവ് ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം കട്ട് ചെയ്തിട്ടുമുണ്ട്. ഫയർ സേഫ്റ്റി ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന ബോക്സുകളെല്ലാം കാലിയാണ്. ചുരുക്കത്തിൽ പേരിനു മാത്രമാണ് കലൂർ സ്റ്റേഡിയത്തിലെ അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ. 2022 മുതൽ സ്റ്റേഡിയത്തിലെ സുരക്ഷാ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചിട്ടും നടപടിയുണ്ടായിട്ടില്ലെന്നാണ് പൊതുപ്രവർത്തകൻ പോളി വടക്കൻ വ്യക്തമാക്കുന്നത്. നാളെ ഇതുവരെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ റെക്ടിഫൈ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പൊ എന്റെ പുറകിൽ തന്നെ കാണാം സിലിണ്ടർ. ഇതെല്ലാം എക്സ്പയറി കഴിഞ്ഞാണ്. ഇവിടെ ഡ്യൂട്ടിയിൽ ഇവിടെ സ്റ്റേഡിയത്തിന് ചാർജുള്ള അനിൽ വർഗീസ് എന്നൊരു എഞ്ചിനീയറെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തി. അപ്പൊ എന്നോട് പറഞ്ഞതെല്ലാം AMC ചെയ്താണെന്ന്. ഉടനെ തന്നെ അവരെ വിളിച്ചു വരുകയും അവർ വന്നവണ പറഞ്ഞു, സാറ് AMC ഒന്നും തന്നെ ചെയ്തിട്ടില്ല, കാരണം പൈസ അടയ്ക്കാത്ത കാരണം കൊണ്ട് ഒന്നും AMC ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള കടകളെല്ലാം പലതും തുറന്നിരിക്കുന്നുണ്ടായിരുന്നു. പകുതി കടകൾ അടച്ചിട്ടിരിക്കുന്നത് കളി നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ്. ഞാൻ എല്ലാ കടകളിലും പോയി ചായ കുടിച്ചു, അവിടെ നിന്നെല്ലാം ബില്ല് വാങ്ങിച്ചു. കാരണം ഒരു പരാതി അയക്കുമ്പോൾ തെളിവ് വേണം, അതിനുവേണ്ടി മാത്രമായിട്ട്. സ്റ്റേഡിയത്തിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ മിക്കതും പ്രവർത്തിക്കുന്നത് അനധികൃതമായാണെന്ന പരാതിയുമുണ്ട്. നിരവധി ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുന്ന ഇടമായിട്ട് കൂടി ഇതിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ നിബന്ധനകൾ പാലിക്കാറില്ല. റെസ്റ്റോറന്റുകൾ പലതും അവരുടെ സൗകര്യമനുസരിച്ച് തൂണുകളും ഭിത്തികളും മുറിച്ചുമാറ്റുകയും കാൽനടയ്ക്കായുള്ള ഇടങ്ങളിൽ കഫറ്റേരിയകൾ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപകടമുണ്ടായ ഐഡലി കഫേ പ്രവർത്തിക്കുന്നതും അനധികൃതമായാണെന്ന പരാതി ശക്തമാണ്. ലൈസൻസ് ഇല്ലാതെയാണ് കഫേയുടെ പ്രവർത്തനമെന്നും ആരോപണമുണ്ട്. അത് മറയ്ക്കാൻ തൊട്ടടുത്തായി സ്റ്റേഡിയത്തിന്റെ ഭാഗമല്ലാത്ത മറ്റൊരു ബിൽഡിംഗിലും ഐഡലി കഫേ പ്രവർത്തിച്ചു വരുന്നുണ്ട്. സ്റ്റേഡിയത്തിന്റെ റോഡിനെ സ്വന്തം പാർക്കിംഗ് ഏരിയയാക്കി റെസ്റ്റോറന്റുകാർ മാറ്റിയെന്ന പരാതിയുമുണ്ട്. ഇവിടെ കടകൾ എടുത്തിരിക്കുന്ന പലരും അവരുടെ മുൻഭാഗം കൊട്ടിയടക്കുകയും ഒരാൾക്ക് പോലും നടക്കാൻ പറ്റാത്ത രീതിയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കടകളുടെ മുൻവശത്ത് കൂടിയാണ് ഈ പവർ കേബിൾ പോകുന്നത്, എർത്തിങ് പോകുന്നത്. ഒരു കാരണവശാൽ അവിടെ ഒരാൾ നിൽക്കുകയോ ഇരിക്കാനോ പാടില്ലാത്ത സാഹചര്യത്തിലാണ് ഇതെല്ലാം തന്നെ മൂടിക്കഴിഞ്ഞു, എല്ലാം മൂടപ്പെട്ട് കഴിഞ്ഞു. ഏത് സമയത്തും ആ രീതിയിലുള്ള ഒരു ഇലക്ട്രിക് ഷോക്ക് അടിച്ച ആൾക്കാർ മരണപ്പെടാൻ സാധ്യത കൂടുതലാണ്. സ്റ്റേഡിയത്തിൽ സുരക്ഷാ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും നാളിതുവരെ ഉണ്ടായിട്ടില്ലെന്നും വിമർശനമുണ്ട്. സ്റ്റേഡിയത്തിൽ ഒരു തീപിടുത്തമുണ്ടായാൽ അത് നിമിഷങ്ങൾക്കുള്ളിൽ വലിയ ദുരന്തമായി മാറിയേക്കാമെന്ന ആശങ്കയുമുണ്ട്. ഒരൊറ്റ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റത്തിലും ബോക്സിലും നോസിലും അതേപോലെ തന്നെ റോളും പലതിലും കണ്ണിൽ പൊടിയിടാൻ വേണ്ടി താഴെ 1-2 ബോക്സിൽ വെച്ചാൽ വേറെ ഒന്നിലും ഒരു തീപിടുത്തം ഉണ്ടായാൽ, അതുപോലെ തന്നെ സ്മോക്ക് ഡിറ്റക്റ്റീവ് ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം എല്ലാ ഷോപ്പുകാരും അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. കാരണം സ്മോക്ക് വന്നാൽ ഷോപ്പുകളിലെല്ലാം തന്നെ സിലിണ്ടറും ഇതെല്ലാം ഉപയോഗിക്കുന്ന കാരണം കൊണ്ട് പെട്ടെന്ന് ഇത് പൊട്ടാൻ സാധ്യതയുണ്ട്. അതേസമയം സ്റ്റേഡിയത്തിൽ റെസ്റ്റോറന്റുകൾ അനുവദനീയമല്ലെന്ന നിയമം നിലനിൽക്കെ നിരവധി കടകളാണ് പ്രവർത്തിച്ചു വരുന്നത്. ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നത് നിർത്തണമെന്നാവശ്യപ്പെട്ട് 1 മാസം മുൻപ് GCDA എല്ലാ കടകൾക്കും നോട്ടീസ് നൽകിയിരുന്നതുമാണ്. ന്യൂസ് 18 കൊച്ചി.